بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم آمين. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബിൻ സുലൈമാൻ തമീമി അന്നജ്ദി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അൽ ഉസൂലു സലാസ, മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ എന്ന പേരിൽ രചിക്കപ്പെട്ടിട്ടുള്ള, ലോകമെമ്പാടുമുള്ള അഹ്ലുസുന്നയുടെ കേന്ദ്രങ്ങളിൽ, മസ്ജിദുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ ദീനി പഠനം ആരംഭിക്കുന്ന തുടക്കക്കാരായ വിദ്യാർത്ഥികളും ലോകത്തിടനീളമുള്ള മസ്ജിദുകളിൽ സാധാരണക്കാരും ഈ കിതാബ് ഇന്നും ഇത് രചിക്കപ്പെട്ടത് മുതൽ പഠിപ്പിക്കപ്പെടുന്നു. സത്യത്തിൽ ഇങ്ങനെയുള്ള കിതാബുകൾ അത് സാധാരണക്കാർക്ക് ദഹിക്കൂല. അതിനു വേണ്ടി പഠിക്കാൻ ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾ അവർ മാത്രം പഠിച്ചാൽ മതി. അങ്ങനെയുള്ളവരെ കിതാബ് ഓതി പഠിപ്പിച്ചാൽ മതി. സാധാരണക്കാർക്ക് ഇങ്ങനെ വാഴ്ന്നു പറയുന്ന പോലെ തെസ്കിയ ക്ലാസ്സുകൾ, അതാണ് നമ്മൾ തിരുത്തണം. ഇന്ന് ദീൻ അതിൻ്റെ നേരായ രൂപത്തിൽ എവിടെയൊക്കെ വളർന്നു പന്തലിച്ചിട്ടുണ്ടോ, ഏതൊക്കെ നാടുകളിൽ ശരിയായ ദീൻ അതിന്ന് നിലനിൽക്കുന്നുണ്ടോ, അതിൻ്റെ മൂല കാരണങ്ങളിലൊന്ന് ഇങ്ങനെ മസ്ജിദുകളിൽ ആളുകളെ വിളിച്ചുകൂട്ടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ പണ്ഡിതന്മാർ കിതാബുകൾ സഹിതം പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ അനന്തരഫലമാണ്. അതുകൊണ്ട് ഒരു കിതാബ് പഠിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇതിന് മുൻപരിചയമില്ലാത്ത ആളുകൾക്ക് അതൊരു മടുപ്പ് തോന്നേണ്ടതില്ല. വബില്ലാഹി തൗഫീഖ്. ഈ കിതാബ് മുമ്പ് നമ്മൾ ഇതിനെ വിശദമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അൽ ഉസൂലു സലാസ, മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഈ കിതാബിൽ ചർച്ച ചെയ്യുന്ന മൂന്ന് അടിസ്ഥാനങ്ങൾ എന്താണ്? അസ്ഇലത്തുൽ ഖബർ, നാളെ എല്ലാ മുസ്ലിമും ഖബറിൽ പോയി കിടന്നാൽ നേരിടേണ്ടി വരുന്ന മൂന്ന് ചോദ്യങ്ങളെ പറ്റിയാണ്. ഇതാർക്കും അറിയാൻ പാടില്ലാത്തത്, ഇതാർക്കും അറിയേണ്ടതില്ലാത്തത്, എല്ലാ സാധാരണക്കാരും പഠിക്കണ്ടേ. മൻ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ്? വമാ ദീനുക്, ഏതാണ് നിന്റെ ദീൻ? വമൻ നബിയുക്, ആരാണ് നിന്റെ റസൂൽ? ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ കിതാബ്. സഹോദരങ്ങളെ, ഈ കിതാബിൻ്റെ മത്തിന് ആരുടെ കയ്യിലൊക്കെ ഉണ്ട്? ഇതിൻ്റെ ടെക്സ്റ്റ്, കിതാബിൻ്റെ മത്തിനുകളുള്ളവർ വളരെ ലളിതമായ കിതാബാണ്. സാമാന്യം നമ്മൾ ഖുർആൻ വായിക്കാൻ അറിയുന്ന എല്ലാവർക്കും എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന കിതാബാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഓരോ പദങ്ങളും അർത്ഥം വെച്ച് തന്നെ പഠിക്കുക, ചടഞ്ഞിരുന്ന് പഠിക്കുക. നമ്മൾ കേൾക്കാൻ വന്നിരുന്ന് പോകുന്ന പോലെ ഇരിക്കണ്ട, കുത്തിയിരുന്ന് പഠിക്കാന്ന് പറഞ്ഞില്ലേ. നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ശീലം ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഇൻഷാ അല്ലാഹ്. ഇത് വായിക്കുകയും പഠിക്കുകയും അതിൽ നിങ്ങൾ വിരൽ വെക്കുകയും ഓരോ പദങ്ങളും പിന്നിടുകയും ചെയ്യുന്നതിനൊക്കെ കൂലിയാണ്, നല്ല നിയ്യത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. ഈ കിതാബ് തുറന്നു കഴിഞ്ഞാൽ ഈ കിതാബിൽ എനിക്ക് തോന്നുന്നു മത്തിനിൽ എത്ര പേജുണ്ട്? 28. കേവലം 30 പേജുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ കിതാബാണിത്. കിതാബ് എന്ന് പറഞ്ഞുകൂടെ ഒരു റിസാല. ഇതിൽ അൽ ഉസൂലു സലാസ എന്നതാണ് ഈ കിതാബിൻ്റെ പേരെങ്കിലും ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന 3 ചോദ്യങ്ങളെ പറ്റിയുള്ള വിശദീകരണമാണ് ഈ കിതാബിലെങ്കിലും ഈ കിതാബിൽ അതല്ലാത്ത കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇത് പഠിച്ചു തുടങ്ങുന്ന സാധാരണക്കാർക്കൊരു ആശങ്കയുണ്ടാക്കാൻ സാധ്യതയുള്ള സംഗതിയാണ്.
ഈ കിതാബിനെ പണ്ഡിതന്മാർ 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 ഭാഗങ്ങളായി ഈ കിതാബിനെ വിഭജിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. ഇതിലൊന്നാമത്തെ ഭാഗം ആദ്യം തന്നെ ഉസൂലു സലാസ അല്ല ചർച്ച ചെയ്യുന്നത്. ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന 3 കാര്യങ്ങളല്ല ആദ്യം തന്നെ കിതാബിൽ ചർച്ച ചെയ്യുന്നത്. രണ്ടാമതും അതല്ല, മൂന്നാമതും അതല്ല, 4ാമത്തെ ഭാഗത്തിലാണ് ഉസൂലു സലാസ ഷെയ്ഖ് ചർച്ച ചെയ്യുന്നത്. 5ാമതായി അതിനൊരു സമാപനം കൂടി, മൊത്തത്തിൽ ഈ കിതാബിനൊരു കൺക്ലൂഷനായി ചില കാര്യങ്ങൾ ഷെയ്ഖ് ഉൾക്കൊള്ളിച്ചിരുന്നു. അപ്പൊ 5 ഭാഗമായി കിതാബിനെ തരംതിരിക്കാം. ഒന്നാമത്തെ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് അൽ മസായിലുൽ അർബ. കിതാബ് തുടങ്ങുന്ന തന്നെ ഈ 4 മസ്അലകൾ, അൽ മസായിലുൽ അർബ എന്ന് പറഞ്ഞാൽ 4 മസ്അലകൾ. ഈ 4 മസ്അലകൾ എന്തിനെ പറ്റിയാണ്? സൂറത്തുൽ അസ്റിൽ അടങ്ങിയിട്ടുള്ള 4 മസ്അലകളാണ്. സൂറത്തുൽ അസ്ർ അറിയാത്ത ആരായി കൂട്ടത്തിലുള്ള വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഈ 4 കാര്യങ്ങൾ സൂറത്തുൽ അസ്റിൽ ഒരു മുഅ്മിനിന്, ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടുന്ന വിശേഷണങ്ങളായി അള്ളാഹു പരിചയപ്പെടുത്തിയ 4 കാര്യങ്ങൾ, 4 മസ്അലകൾ. ഇതാണ് ആദ്യം ഈ കിതാബിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു മുഖവുരയായി ഷെയ്ഖ് ചർച്ച ചെയ്യുന്നത്. ആ കിതാബ് വായിച്ചു തുടങ്ങുന്നതിന് അങ്ങനെ ഇഅലം റഹിമകല്ലാ അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസായിൽ അൽ ഊല അൽ ഇൽമു വഹുവ മഅരിഫത്തുല്ലാഹ് വമഅരിഫത്തു നബിയിഹി വമഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല എന്നിങ്ങനെ തുടങ്ങി ഈ 4 മസ്അലകളാണ് സൂറത്തുൽ അസ്റിലെ 4 മസ്അലകളാണ് ആദ്യം ഈ കിതാബ് ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ചു പേജുകൾക്കപ്പുറം അൽ മസായിലു സലാസ്, 3 മസ്അലകൾ. ആ 3 മസ്അലകൾ എന്ന് പറഞ്ഞാൽ അഖ്സാമു തൗഹീദ്, തൗഹീദിന്റെ, ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന തൗഹീദിന്റെ ഇനങ്ങളെക്കുറിച്ചാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇബാദത്ത് അള്ളാഹുവിന് മാത്രം നൽകുക. ഈ തൗഹീദിന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ 3ആയി വിഭജനം നൽകിയിട്ടുണ്ട്, 3ആയി തരംതിരിച്ചിട്ടുണ്ട്. 1 തൗഹീദുർ റുബൂബിയ്യ, 2 തൗഹീദുൽ ഉലൂഹിയ്യ, 3 തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. ഇത് 3ഉം പൂർണ്ണമായി ഉൾക്കൊണ്ടാലാണ് ഒരാളുടെ തൗഹീദ് പൂർത്തിയാകുക. ആ തൗഹീദിന്റെ 3 ഇനങ്ങളെ പറ്റിയാണ് അൽ മസായിലു സലാസ് ഈ കിതാബിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അൽ മസായിലു സലാസ്, 3 പ്രധാനപ്പെട്ട മസ്അലകൾ എന്ന പേരിൽ. മൂന്നാമതായി, ഇത് വെറുതെ കേട്ടാൽ മതി കേട്ടോ, ഇത് വലിയ സംഭവമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാ, തലയിൽ കൊള്ളിക്കണ്ട. ഇത് ഈ കിതാബിനെ പരിചയപ്പെടുത്തുക എന്നുള്ള നിലക്ക് മാത്രം പറഞ്ഞതാണ്. മൂന്നാമതായി അഹ്മിയത്തു ദിറാസത്തി തൗഹീദ്, ഈ കിതാബിന്റെ 3ാമത്തെ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് തൗഹീദ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം. തൗഹീദ് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ ക്ലാസ്സിൽ, 2ാമത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചു എന്തിനാണ് ഇത്തരത്തിലുള്ള കിതാബുകൾ നമ്മൾ പഠിക്കുന്നത്. അതിന്റെ 10 ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് മൊത്തത്തിൽ എന്തിനാണ് തൗഹീദ് പഠിക്കുന്നത് എന്ന് അതിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ചില കാര്യങ്ങളാണ് 3ാമതായി കിതാബിൽ 3ാമത്തെ ഭാഗത്തിൽ ഷെയ്ഖ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 4ാമത്തെ ഭാഗത്തിലാണ് അൽ ഉസൂലു സലാസ ചർച്ച ചെയ്യുന്നത്. ഖബറിൽ ചോദിക്കപ്പെടുന്ന അസ്ഇലത്തുൽ ഖബർ, 3 ചോദ്യങ്ങളെ പറ്റിയുള്ള ചർച്ച കിതാബിന്റെ 4ാമത്തെ ഭാഗത്തിലാണ്. അവസാനം അൽ ഖാത്തിമ. അൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയത്തിനും സമാപനം ഉണ്ടാവും. അവസാനമെന്നോ സലാമത്തുള്ള ഖബറിൽ ചോദിക്കുന്ന 3 ചോദ്യങ്ങളെ പറ്റിയാണ് ഇതിൽ പ്രധാനപ്പെട്ട ചർച്ച. അപ്പൊ ഖബറിൽ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ കഴിഞ്ഞാൽ തീർന്നോ? ഖബറിന് ശേഷം എന്താണ്? ഖബറിൽ കാലാകാലം കിടക്കലാണോ? അല്ല. മനുഷ്യന്മാരെല്ലാവരും ലോകാവസാനം സംഭവിച്ചാൽ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. അതിനെപ്പറ്റിയാണ് പിന്നെ അവസാനം ചർച്ച. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? മരിച്ചതിന് ശേഷമുള്ള ജീവിതം, അതിനെപ്പറ്റിയാണ് ഷെയ്ഖ് അവസാനത്തിൽ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് മൊത്തത്തിൽ ഇസ്ലാമിന്റെ ആകത്തുക, തൗഹീദും അതുപോലെ തന്നെ എല്ലാ അമ്പിയാക്കന്മാരും എന്തിനാണ് അയക്കപ്പെട്ടത്, അവരുടെ ദഅവത്തിന്റെ ലക്ഷ്യമെന്താണ്, ഇങ്ങനെ മൊത്തത്തിൽ ഇസ്ലാമിന്റെ ആകത്തുകയെക്കുറിച്ച് അവസാനം ഒരു ഉണർത്തലും കൂടി നടത്തിയിട്ടാണ് ഷെയ്ഖ് കിതാബ് അവസാനിപ്പിക്കുന്നത്. ഇതാണ് കിതാബിന്റെ മൊത്തത്തിലുള്ള ചിത്രം. 5 ഭാഗമായി ഇതിനെ തിരിക്കാം. ആദ്യത്തെ ഭാഗത്ത് അൽ മസാഇൽ അർബ, 2ാമത്തെ ഭാഗത്ത് അഖ്സാമു തൗഹീദ്, 3ാമത്തെ ഭാഗത്ത് അഹ്മിയത്തു ദിറാസത്തി തൗഹീദ്, 4ാമത്തെ ഭാഗത്ത് അൽ ഉസൂലു സലാസ അസ്ഇലത്തുൽ ഖബർ, 5ാമത്തെ ഭാഗത്തിൽ അൽ ഖാത്തിമ. ഇനി ഈ കിതാബിന്റെ പ്രത്യേകതയായി പ്രത്യേകിച്ച് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുകളുടെ പ്രത്യേകതയായി പണ്ഡിതന്മാർ പറയുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 4 പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റീസ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബുകൾക്കുള്ള. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഷെയ്ഖുൽ ഇസ്ലാമിന്റെ
ഇതല്ലാത്ത കിതാബുകളുടെ പേര്. ഒരു കിതാബിന്റെ പേര് പറഞ്ഞേ അബ്ദുറഹ്മാനെ. ഉസൂൽ സലാസ അല്ലാത്ത ശൈഖുൽ ഇസ്ലാമിന്റെ ഒരു കിതാബ് നമുക്ക് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. ഉഷാറായിക്കുന്നു. അബ്ദുള്ള ആർക്കറിയാം? ഖവായിദുൽ റബ്ബ് കഴിഞ്ഞ ആഴ്ച ദർശനത്തല്ലേ, മറന്നുപോയോ? പിന്നെ നവാഖിദുൽ ഇസ്ലാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബുണ്ടല്ലോ, കിതാബു തൗഹീദ്. പിന്നെ മുതിർന്നവർക്ക് പറയാം കശ്ഫു ശുബ്ഹാത്ത്, മസാഇലു ജാഹിലിയ, ശുറൂത്തു സ്വലാ. ഇങ്ങനെ ധാരാളം കിതാബുകൾ ഷെയ്ഖ് രചിച്ചിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കിതാബുകളുടെ പ്രധാനപ്പെട്ട 4 പ്രത്യേകതകളിൽ ഒന്ന് അസ്സുഹൂലത്തു വൽ വുദൂഹ്, വളരെ എളുപ്പമുള്ള ഭാഷാ ശൈലിയായിരിക്കും. ഏത് സാധാരണക്കാരനും ദീൻ പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥിക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന, ഒരു കെട്ടിക്കുടുക്കുമില്ലാത്ത വളരെ ലളിതവും സരളവുമായ ശൈലിയാണ് ഷെയ്ഖിന്റെ കിതാബിന്റെ പ്രത്യേകത. ഈ കിതാബുകൾ ലോകമെമ്പാടുമുള്ള ദീൻ പഠിക്കുന്ന തുല്ലാബുകൾ ഹിഫ്ലാക്കുന്നു, മനഃപ്പാടമാക്കുന്നു. ഖുർആൻ ഹദീസ് ഹിഫ്ലാക്കുന്ന പോലെ ഷെയ്ഖിന്റെ കിതാബുകൾ ഒരു പക്ഷേ ഒരു പണ്ഡിതന്റെയും കിതാബുകൾ ഇത്രമേൽ മനഃപ്പാടമാക്കുന്ന, ഇന്ന് നമ്മളെ വാടനപ്പള്ളി മർക്കസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ അസരിയയിലെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മസ്ജിദുൻ നബവിയിൽ ഹൽക്കയുണ്ട്. റസൂലുള്ളാഹിന്റെ മസ്ജിദുൻ നബവിയിൽ ആഴ്ചയിലല്ല ദിവസവും, ആഴ്ചയിൽ ഒട്ടുമിക്ക ദിവസവും അവിടെ മസ്ജിദുൻ നബവിന്റെ ഹൽക്കകളിൽ നിന്ന് ഷെയ്ഖുമാർ നേർക്കുനേരെ ഓൺലൈനായിട്ട് കുട്ടികളെ ഇത്തരത്തിലുള്ള മത്നുകൾ പഠിച്ച് ഹിഫ്ലാക്കിയത് കേൾപ്പിക്കുന്നു. അവിടെ 1, 2, 3 കിതാബുകൾ, അതായത് 1, 2, 3 കിതാബുകൾ എന്ന് പറഞ്ഞാൽ ഷെയ്ഖിന്റെ 1, 2, 3 കിതാബുകളല്ല, ഇതുപോലെയുള്ള ചെറിയ ചെറിയ കിതാബുകൾ 10, 15 കിതാബുകൾ അടങ്ങുന്ന ഒരൊറ്റ കിതാബുണ്ട്. അതൊരു മുസ്തവയാണ്. ഇങ്ങനെ 1, 2, 3 100 കണക്കിന് പേജുകളുള്ള കിതാബുകൾ മനഃപ്പാടമാക്കി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മനഃപ്പാടമാക്കുന്ന മത്ന് എന്ന് പറയാം. ഇത്തരത്തിലുള്ള കിതാബുകളുടെ ടെക്സ്റ്റിന് മത്ന് എന്ന് പറയാം. ഏറ്റവും അധികം ഹിഫ്ലാക്കപ്പെടുന്ന കിതാബുകൾ ഒരു പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബുകളായിരിക്കും. എന്തുകൊണ്ടാണ്? ഷെയ്ഖിന്റെ കിതാബുകളുടെ പ്രത്യേകത അസ്ഹൂലത്തു വൽ വുദൂഹ്, വളരെ എളുപ്പവും എല്ലാവർക്കും മനഃപ്പാടമാക്കാൻ പോലും സരളവുമായ കിതാബുകളാണ് ഷെയ്ഖിന്റെ. വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ പല കിതാബുകളും. കിതാബു തൗഹീദാണ് അതിൽ കുറച്ചുകൂടി ബൃഹത്തായ വിശാലമായ കിതാബ്. രണ്ടാമത്തെ പ്രത്യേകത, ഷെയ്ഖിന്റെ കിതാബുകളുടെ രണ്ടാമത്തെ പ്രത്യേകത, നമ്മുടെ നാട്ടിലെ മൊല്ലമാരും മൈലിയന്മാരും എഴുതുന്ന വാറോലകളെ പോലെയല്ല. ഒരഡ്രസ്സുമില്ലാത്ത, തെളിവില്ലാത്ത, വായ തോന്നിയ കഥകളോ അതല്ലെങ്കിൽ ഒരഡ്രസ്സുമില്ലാത്ത മാമൂലുകളോ അല്ല. മറിച്ച് ദിക്റുൽ മസാഇലി മഖ്റൂനതൻ ബിദ്ദലീൽ. ഷെയ്ഖിന്റെ കിതാബുകളുടെ മറ്റൊരു പ്രത്യേകത, ഷെയ്ഖ് മസ്അലകൾ ചർച്ച ചെയ്യും, അതിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യും. എങ്ങനെ? ഷെയ്ഖിന്റെ വകയായിട്ടാണോ? അല്ല, മഖ്റൂനതൻ ബിദ്ദലീൽ, തെളിവുകൾ സഹിതം. ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം, ഇന്ന കാര്യം നിങ്ങൾ ചെയ്തുകൂടാ എന്ന് ഷെയ്ഖ് ഒരു മസ്അല ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തെളിവ് പറയും. എന്താ തെളിവ്? ഖാല അല്ലാഹു വഖാല റസൂൽ, അല്ലാഹു പറഞ്ഞു ഖുർആനിൽ, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു എന്ന തെളിവുകൾ സഹിതമാണ് ഷെയ്ഖിന്റെ കിതാബ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ മൗലവിമാർക്ക് ദഹിക്കൂല. കാരണം തെളിവില്ലാതെ മാലോകരുടെ മുമ്പിൽ സ്റ്റേജിന്മേൽ കൊട്ടിപ്പാടുന്ന അവരുടെ വാറോലകൾ അതിനൊരു സ്ഥാനവുമില്ലാതായി പോകും. അതുകൊണ്ട് തന്നെ തെളിവുകൾ സഹിതം ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലെയുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ കിതാബുകൾ പഠിപ്പിക്കപ്പെടുന്നതും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതും നമ്മുടെ നാട്ടിലെ മൊല്ലമാർക്ക് ദഹിക്കൂല. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ പോലെ തന്നെ അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ, പണ്ഡിതന്മാർ, അവരുടെ കിതാബുകളുടെ പ്രത്യേകതയാണെന്ത്? അവർ കിതാബുകൾ രചിക്കുക അവരുടെ വകയല്ല, മറിച്ച് ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകൾ സഹിതമായിരിക്കും. ഷെയ്ഖിന്റെ കിതാബിന്റെ മറ്റൊരു പ്രത്യേകത അതാണ്, മസ്അലകൾ ചർച്ച ചെയ്യുന്നത് തെളിവുകൾ സഹിതമായിരിക്കും. മൂന്നാമത്തെ കാര്യം, യജ്മഉൽ മസാഇൽ വയുറത്തിബുഹാ വയദ്കുറു ലഹാ അദദൻ വമിൻ തമ്മ യബ്ദഉ ബിശ്ശറഹ്. ഷെയ്ഖ് ഇതിൽ കിതാബ് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഒന്നാമത്തെ വാചകം തന്നെ എന്താ? യഅലം റഹിമകല്ലാഹ് അന്നഹു യജിബു അലൈനാ തഅല്ലുമു അർബഅ മസാഇൽ. നീ അറിയണം, നീ പഠിക്കണം, അള്ളാഹു നിനക്ക് അതിനുള്ള റഹ്മത്ത് ചെയ്യട്ടെ, കാരുണ്യം ചൊരിയട്ടെ. 4 മസ്അലകൾ, 4 കാര്യങ്ങൾ നീ പഠിക്കൽ നിർബന്ധമാണ്. അപ്പൊ 4 കാര്യങ്ങൾ നീ പഠിക്കണം.
എത്ര കാര്യങ്ങൾ പഠിക്കണം? 4 കാര്യങ്ങൾ പഠിക്കണം. ഇങ്ങനെ പഠിക്കാനുള്ള കാര്യങ്ങൾ എത്ര എണ്ണം ആദ്യം പറയും. ഇത്ര കാര്യങ്ങൾ നീ പഠിക്കണം. എന്നിട്ട് വയുറത്തിബുഹ, അതോരോന്നും ക്രമപ്രകാരം, ഒന്നാമത്തേത് ഇത്, രണ്ടാമത്തേത് ഇത്, മൂന്നാമത്തേത് ഇത്, നാലാമത്തേത് ഇത്, ഇങ്ങനെ വിശദീകരിക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും എളുപ്പമുണ്ടാവും. ഒരു 10 കാര്യം ഒരുമിച്ച് എണ്ണമൊന്നുമില്ലാതെ ഞാനിങ്ങനെ ചറവറ എന്ന് പറയുന്നതും 10 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം, പഠിക്കണം. 1 ഇതാണ് കേട്ടോ, 2, 3, 4 ഇങ്ങനെ എണ്ണി പഠിപ്പിക്കുന്നതും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ആളുകൾക്ക് ഇത് എളുപ്പത്തിൽ ഗ്രഹിക്കാനും പിടിച്ചെടുക്കാനും ഓർത്തു വെക്കാനും എളുപ്പമല്ലേ? ഷെയ്ഖിന്റെ കിതാബുകളുടെ മറ്റൊരു പ്രത്യേകത അതാണ്. എത്ര കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ആ എണ്ണം പറയും, എന്നിട്ട് ഓരോന്ന് എണ്ണി പറഞ്ഞത് വിശദീകരിക്കും. ഇതാണ് ഷെയ്ഖിന്റെ കിതാബുകളുടെ മൂന്നാമത്തെ പ്രത്യേകത. 4ാമത്തെ പ്രത്യേകത അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഷെയ്ഖ് കിതാബിനിടക്ക് വായിക്കുന്ന വായനക്കാരന് വേണ്ടി, പഠിക്കുന്ന പഠിതാവിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. കിതാബിന്റെ തുടക്കത്തിൽ തന്നെ നോക്കി നിങ്ങൾ, ഈ അലം, നീ പഠിക്കണം, നീ അറിയണം, റഹിമകല്ലാഹ്, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ, അള്ളാഹിന്റെ കാരുണ്യമില്ലെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിനക്കിത് പഠിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല. അതായത് അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം എല്ലാറ്റിനും ഉപരി. ഇപ്പൊ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഇരിക്കാത്തവർക്ക് സാധിക്കാത്ത മഹത്തായ ഒരു മജ്ലിസിലാണ്. ഇവിടെ വന്ന് നമ്മളെ എത്തിച്ചത് അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ തൗഫീഖാണ്. അതില്ലെങ്കിൽ നമ്മളിവിടെ എത്തൂല. ഇങ്ങനെ ഇരിക്കാനും പഠിക്കാനും അമൽ ചെയ്യാനും അതനുസരിച്ച് ജീവിച്ചു മരിക്കാനും അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഒരു മനുഷ്യനും അവന്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഒരാളും. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കളും അങ്ങനെ തന്നെയാണ്? അത് എനിക്കും സാധിക്കുകയില്ല. എന്റെ അമൽ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്കും സാധിക്കുകയില്ല. ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് മൂടിപ്പൊതിഞ്ഞാലല്ലാതെ എന്റെ അമൽ കൊണ്ട് മാത്രം എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്താണ് എല്ലാറ്റിനും ആധാരം. നന്നാകാനും മോശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനും അതനുസരിച്ച് ജീവിച്ചു മരിക്കാനും അള്ളാഹുവിനെ സ്വർഗത്തിൽ കണ്ടുമുട്ടാനും അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ നമുക്ക് സാധിക്കും. ഇങ്ങനെ വായിക്കുന്ന വായനക്കാരന് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇടക്കിടക്ക് ഷെയ്ഖ് ദുആ ചെയ്യും. തുടക്കം തന്നെ അങ്ങനെയാണ്. ഇതാണ് ഷെയ്ഖിന്റെ കിതാബിന്റെ മറ്റൊരു പ്രത്യേകത. ഈ 4 പ്രത്യേകതകൾ ഈ കിതാബിനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് കിതാബിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടാണ് ഷെയ്ഖ് കിതാബ് ആരംഭിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അർത്ഥം? ബി എന്ന് പറഞ്ഞാൽ അറബിയിൽ നമ്മൾ സാധാരണ ബിസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിന്റെ നാമം കൊണ്ട് എന്ന് പറയും, അല്ലെ? അവിടുത്തെ ബാഇനെ ബാ ഉൽ ഇസ്തിആന എന്ന് പറയാം. ബാ ഉൽ ഇസ്തിആന, ആ ബാഇന്റെ ഉദ്ദേശം അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. അല്ലാഹുവേ അസ്തഈനു ബില്ലാഹ്, അള്ളാഹു നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. ആ ബാഇന് വെറും കൊണ്ട് എന്നുള്ള അർത്ഥമല്ല. അള്ളാഹുവേ നിന്നോട് ഞാൻ സഹായം തേടുന്നു. എന്തുകൊണ്ടാണ് സഹായം തേടുന്നത്? എന്തിനെ മുൻനിർത്തിയാണ് സഹായം തേടുന്നത്? ബിസ്മി, നിന്റെ നാമം കൊണ്ട്. അവിടെ ഒരു നാമാണോ ഉദ്ദേശം? അവിടുത്തെ ഇസ്മി നെക്കിറയാണ്. നെക്കിറ എന്ന് പറഞ്ഞാൽ ഇഫ്ലാം ഇല്ലാതെയാണ്. ബിൽ ഇസ്മി എന്നാണോ പറഞ്ഞത്? ബിസ്മിയിലെ ഇസ്മിന് മുമ്പ് അലിഫ്ലാം ഉണ്ടോ? ബിൽ ഇസ്മി എന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത്, ബിസ്മി എന്നാണ്, അലിഫ്ലാം ഇല്ലാതെ. ബിസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഏതൊക്കെ ഇസ്മുണ്ട് അതൊക്കെ അവിടെ പെട്ടു. 1 ഇസ്മല്ല, 2 ഇസ്മല്ല, 3 അല്ല, 10 അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള എത്രയെല്ലാം അസ്മാകളുണ്ടോ, നാമങ്ങളുണ്ടോ, അള്ളാഹു നിന്റെ ഏതെല്ലാം നാമങ്ങളുണ്ടോ അതെല്ലാം മുൻനിർത്തി നിന്നോട് ഞാൻ ഇതാ സഹായം അഭ്യർത്ഥിക്കുന്നു. നീ എന്നെ സഹായിക്കണമേ. ഞാൻ ഈ ആരംഭിക്കുന്ന ഈ പഠനം, ഈ വായന, ഈ മഹത്തായ സ്വാലിഹായ കർമ്മം, ഇബാദത്ത്, ഇത് നീ ഫലവത്താകാൻ, ഉപകാരപ്പെടാൻ നീ എന്നെ സഹായിക്കണമേ. നിന്റെ നാമങ്ങൾ മുൻനിർത്തി ഇതാ നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു, ഞങ്ങൾ ഇത് ആരംഭിക്കുന്നു. അല്ലാഹ്, ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹ്, ബിസ്മില്ലാ, അവിടെ അല്ലാഹ് എന്ന വാക്കുണ്ട്, ഇസ്മുൽ ജലാലയുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാലക്ക് ശേഷം അല്ലാഹ് എന്നത് അള്ളാഹുവിന്റെ അടിസ്ഥാന നാമമാണ്. അല്ലാഹ് എന്നത് അള്ളാഹുവിന്റെ എണ്ണമറ്റ അസ്മാഉൽ ഹുസ്നയുടെ അടിസ്ഥാന നാമമാണ്. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു സമീആണ്, അള്ളാഹു ബസീറാണ്, അള്ളാഹു ഖദീറാണ്. ഇങ്ങനെയല്ല നമ്മൾ പറയാ. റഹ്മാൻ അള്ളയാണ്, റഹീം അള്ളയാണ്, സമീ അള്ളയാണ്, ഇങ്ങനെയല്ലല്ലോ പറയാ. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും വിശേഷണങ്ങളും
അതെന്തിലേക്കാണ് നമ്മൾ ചേർത്തി പറയുക? അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല, അള്ളാഹുവിന്റെ അടിസ്ഥാന നാമത്തിലേക്കാണ് ചേർത്തി പറയുക. അല്ലാഹ് എന്ന അള്ളാഹുവിന്റെ അടിസ്ഥാന നാമം, അതിനുശേഷം അള്ളാഹുവിന്റെ അസ്മാകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ് അർ-റഹ്മാൻ. പിന്നെ അർ-റഹീം. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു റഹ്മത്തിന്റെ ഉറവിടമാണ്, കേദാരമാണ്. അർ-റഹ്മത്തുൽ വാസിഅ, വിശാലമായ കാരുണ്യത്തിന് ഉടമയാണ് എന്നാണ് അർത്ഥം. അർ-റഹീം എന്ന് പറഞ്ഞാൽ അർ-റഹ്മത്തുൽ വാസില, അള്ളാഹു ഉദ്ദേശിക്കുന്ന അവന്റെ പ്രത്യേകക്കാരായ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് ആഖിറത്തിൽ പ്രത്യേകം കരുണ ചെയ്യുന്നവൻ എന്നാണ് അർ-റഹീം എന്നതിന്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്തായ അടിസ്ഥാന നാമമായ ഇസ്മുൽ ജലാലയും അതിനുശേഷം അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അർ-റഹ്മാൻ, അതിവിശാലമായ കാരുണ്യമുള്ളവൻ. അർ-റഹീം, അതവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് പ്രത്യേകം സ്വർഗത്തിൽ വകവച്ചു നൽകുന്നവൻ. ഇങ്ങനെ കാരുണ്യത്തിന്റെ കേദാരവും കാരുണ്യം ചെയ്യുന്നവനുമായ അള്ളാഹുവിന്റെ സകല നാമങ്ങളും മുൻനിർത്തി ഇതാ റബ്ബേ നിന്നോട് സഹായം ചോദിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ സാമാന്യമായ അർത്ഥം. ഈ ബിസ്മി കൊണ്ടാണ് ഷെയ്ഖ് കിതാബ് ആരംഭിച്ചത്. എന്തുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ബിസ്മി കൊണ്ട് ഈ കിതാബ് ആരംഭിച്ചത്? എന്തുകൊണ്ടാണ്? 3 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബ് ആരംഭിച്ചത് ബിസ്മി കൊണ്ടാണ്, അല്ലേ? സൂറത്തുൽ ഫാത്തിഹ, അതിന്റെ പ്രാരംഭത്തിൽ ബിസ്മി കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹയുടെ 1-ാമത്തെ ആയത്ത് ഏതാ? ഉലമാക്കൾക്കിടയിൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലാഹു അഅലം, ശരിയായ അഭിപ്രായ പ്രകാരം സൂറത്തുൽ ഫാത്തിഹയുടെ 1-ാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേരുണ്ട്, സൂറത്തുൽ ഹംദ് എന്ന്. എന്തുകൊണ്ടാണ് സൂറത്തുൽ ഹംദ് എന്ന് പേര് കിട്ടിയത്? ഹംദ് കൊണ്ട് ആരംഭിക്കുന്നവരുണ്ട്. ഹംദ് കൊണ്ട് ആരംഭിക്കുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ് സൂറത്തുൽ ഫാത്തിഹയിലെ 1-ാമത്തെ ആയത്ത് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത്. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഖുർആന്റെ എല്ലാ സൂറത്തുകളുടെയും തലവാചകമായി തുടക്കത്തിൽ അള്ളാഹു ഇറക്കിയ ആയത്താണ് ബിസ്മില്ലാഹിർ. ഏത് സൂറത്ത് ഒഴികെ? സൂറത്തു തൗബ ഒഴികെ. സൂറത്തു തൗബ ഒഴികെ ബാക്കിയുള്ള എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ ബിസ്മി കാണാം. സൂറത്തുകളെ വേർതിരിക്കാനാണത്. ഒരു സൂറത്തും മറ്റൊരു സൂറത്തും തമ്മിൽ ഇടകലരാതിരിക്കാനാണത്. അതുപോലെ സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അള്ളാഹു ചേർത്തു വെച്ചു. അപ്പൊ അള്ളാഹു അവന്റെ കലാം ആരംഭിച്ചത്, അള്ളാഹുവിന്റെ കിതാബ് ആരംഭിച്ചത് എന്തുകൊണ്ടാണ്? ബിസ്മി കൊണ്ടാണ്. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, അള്ളാഹുവിന്റെ കിതാബിനെ മുറുകെ പിടിക്കുന്നവർ, അവരവരെ കിതാബുകൾ ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിസ്മി കൊണ്ടാണ്. 2-ാമത്തെ കാരണം, അമ്പിയാക്കൾ മുർസലീങ്ങൾ അവരവരുടെ എഴുത്തുകൾ ആരംഭിച്ചതും എന്തുകൊണ്ടാണ്? ബിസ്മി കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കവേ ഇസ്ലാമിലേക്ക്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി രാജാക്കന്മാർക്ക് കത്തെഴുതി അയക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തിന്റെ തുടക്കത്തിൽ എന്തുണ്ടാകാറുണ്ടായിരുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയവേ സുലൈമാൻ നബി ബൽഖീസ് രാജ്ഞിക്ക് കത്തെഴുതിയ ഒരു സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. ആ കത്തിനെ പറ്റി ഖുർആനിൽ പരാമർശമുണ്ട്. ആ കത്ത് കിട്ടിയപ്പോൾ ബിൽഖീസ് രാജ്ഞി പറയുകയാണ്, ഇന്നഹു മിൻ സുലൈമാൻ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് സുലൈമാനിൽ നിന്നുള്ള കത്താണല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണല്ലോ അത് തുടങ്ങിയിട്ടുള്ളത് എന്നവർ പറഞ്ഞതായി ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ സുലൈമാൻ നബിയും കത്താരംഭിച്ചത് ബിസ്മി കൊണ്ടാണ്. അമ്പിയാക്കൾ അവരുടെ എഴുത്താരംഭിച്ചത് എന്തുകൊണ്ടാണ്? ബിസ്മി കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളൊരു എഴുത്താരംഭിക്കുമ്പോൾ എന്തുമാകട്ടെ, എന്തെഴുത്താകട്ടെ, നമ്മളെ കച്ചവടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറിപ്പ്, കണക്കുകൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ ദുന്യവിയായ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ മറന്നു പോകാതിരിക്കാൻ അവിടെ ബിസ്മി കൊണ്ട് ആരംഭിക്കുക. കാരണം എന്താ? ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ സഹായവും ബറക്കത്തും ഒക്കെ ഉണ്ടാകാൻ അത് സഹായിക്കും. എന്ത് വിഷയമാണെങ്കിലും. ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലി ചൊല്ലണം എന്നല്ല പറഞ്ഞത്. ഹറാമായ കാര്യങ്ങൾ അതെക്കാലത്തും മുസ്ലിം അകറ്റി നിർത്തണം. നല്ല കാര്യങ്ങൾ, ദുന്യവിയായതാകട്ടെ, അതുപോലെ തന്നെ ഉഹ്റവിയായതാകട്ടെ, ദീനിയായതാകട്ടെ, തീർത്തും ഭൗതികമായ കാര്യങ്ങളാകട്ടെ, ബിസ്മി കൊണ്ട് തുടങ്ങണം. അതിൽ നമ്മൾ നല്ല നിയ്യത്ത് കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ നന്മയും ബറക്കത്തും അവിടെ ലഭിക്കുന്നതാണ്. മാത്രവുമല്ല,
ബിസ്മി കൊണ്ട് ആരംഭിച്ചാൽ ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള ബറക്കത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു എന്നുള്ള ബറക്കത്ത് അവന് ലഭിക്കും. അപ്പൊ നമ്മളൊരു പഠനം ആരംഭിക്കുകയാണ്, ഒരു എഴുത്ത് ആരംഭിക്കുകയാണ്. അപ്പൊ ആ രംഗത്ത് അള്ളാഹുവിന്റെ സഹായം, അവനുള്ള ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ ബിസ്മി കൊണ്ട് തുടങ്ങണം. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഷെയ്ഖ് കിതാബ് ബിസ്മി കൊണ്ട് ആരംഭിച്ചത്. മുൻഗാമികളായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലക്ക് മുമ്പും അനേകം പണ്ഡിതന്മാർ അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ അവരുടെ കിതാബുകൾ ആരംഭിച്ചത് ബിസ്മി കൊണ്ടാണ്. അപ്പൊ ഇക്കാരണങ്ങളെല്ലാം മുൻനിർത്തിയാണ് ഷെയ്ഖ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് കിതാബ് ആരംഭിച്ചത്. കിതാബ് തുടങ്ങുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഅലം റഹിമകല്ലാഹ്, ഇതാണ് കിതാബിലെ ഒന്നാമത്തെ വാചകം. ഇഅലം, നീ അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം, നിനക്ക് ഇൽമുണ്ടാകണം. റഹിമകല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. റഹിമ യർഹമു, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. റഹിമക എന്ന് പറഞ്ഞാൽ നിനക്ക്, റഹിമക നിനക്ക് കരുണയുണ്ടാകട്ടെ, നിനക്ക് റഹ്മത്തുണ്ടാകട്ടെ. ആരാണ് നിനക്ക് കരുണയും റഹ്മത്തും ചെയ്യേണ്ടത്? അല്ലാഹു. റഹിമകല്ലാഹ്, അല്ലാഹു നിനക്ക് കരുണ ചൊരിയട്ടെ, നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്തിന്? ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ, അറിയാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു നിന്നെ സഹായിക്കട്ടെ. ഷെയ്ഖ് ദുആ ചെയ്തുകൊണ്ടാണ് കിതാബ് ആരംഭിക്കുന്നത്. എന്നിട്ട് പറയണം അന്നഹു യജിബു അലൈനാ തഅല്ലുമു അർബഇ മസാഇൽ, കാര്യം തീർച്ചയായും യജിബു അലൈന, നമ്മുടെ മേൽ നിർബന്ധമാകുന്നു, വാജിബായി തീരുന്നു. തഅല്ലുമു അർബഇ മസാഇൽ, തഅല്ലും എന്ന് പറഞ്ഞാൽ പഠിക്കുക. അർബഇ മസാഇൽ, 4 മസ്അലകൾ, അതായത് 4 കാര്യങ്ങൾ, 4 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, 4 പ്രധാനപ്പെട്ട വസ്തുതകൾ. ഇത് പഠിക്കൽ നമുക്കുമേൽ നിർബന്ധമാണ്. നമുക്കുമേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിമിന്റെയും മേൽ, പ്രായപൂർത്തിയും ബുദ്ധിയും വിവേകവും എത്തിയ എല്ലാ മുസ്ലിമിന്റെയും മേൽ ഇനി പറയാൻ പോകുന്ന 4 മസ്അലകൾ, 4 കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ് അൽ ഊല, ഒന്നാമത്തെ കാര്യം അൽ ഇൽമു, ഇൽമുണ്ടാകുക എന്നുള്ളതാണ്. നീ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന 4 മസ്അലകളിൽ ഒന്നാമത്തെ കാര്യം നിനക്ക് അറിവുണ്ടാകണം. നീ അറിവില്ലാത്തവനാകാൻ പാടില്ല. എന്തിനെ കുറിച്ചാണ് നിനക്ക് അറിവ് വേണ്ടത്? വഹുവ, നിനക്കറിവുണ്ടാകേണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. 1 മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് നീ അറിയണം. 2 മഅരിഫത്തു നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ നബിയെ കുറിച്ച്, അല്ലാഹു നിന്നിലേക്ക് അയച്ച നബിയെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിനക്ക് അറിവുണ്ടാകണം. 3 വമഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, ദീനുൽ ഇസ്ലാമിനെ, അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം, ആ ദീനിനെ ബിൽ അദില്ല, തെളിവുകൾ സഹിതം. അതില്ല എന്ന് പറഞ്ഞാൽ ദലീലിന്റെ ജംഅ, ബഹുവചനം. തെളിവുകൾ സഹിതം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നീ പഠിക്കണം. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ല, നാട്ടിൽ ആചരിച്ചു വരുന്ന സമ്പ്രദായം അനുസരിച്ചിട്ടല്ല. ദീനിനെ നീ എങ്ങനെ പഠിക്കണം? ബിൽ അദില്ല, തെളിവുകൾ സഹിതം പഠിക്കണം. അപ്പൊ ദീനുൽ ഇസ്ലാമിനെ നീ തെളിവുകൾ സഹിതം പഠിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നീ അറിയണം, പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നീ പഠിക്കണം, അറിയണം. ഇതാണ് നിനക്ക് അറിവുണ്ടാകേണ്ടുന്ന, നിർബന്ധമായി നീ പഠിക്കേണ്ടുന്ന ഇൽമ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതെല്ലാം മുസ്ലിമിനും, ആണിനും പെണ്ണിനും, പ്രായപൂർത്തിയും വിവേകവും ബുദ്ധിയും എത്തിയിട്ടുള്ള എല്ലാവർക്കും നിർബന്ധമാണ്. ഖത്തീബിന്, പള്ളിയിലെ ഖത്തീബിനോ ഇമാമിനോ മുഅദ്ദിനോ മുഖ്രിക്കാക്കോ, ദീൻ പഠിക്കാൻ വേണ്ടി അറബി കോളേജിൽ പോയി ചേർന്നവർക്കോ, പള്ളി ദർസിൽ ഓതുന്നവർക്കോ, വെള്ളയും തലക്കെട്ടിട്ടുള്ളവർക്കോ, തൊപ്പിയും ചുബ്ബയും ധരിച്ചവർക്കോ മാത്രമുള്ളതല്ല. എല്ലാ മുസ്ലിമിനും, മുസ്ലിമീങ്ങളായ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും അവർ പ്രായപൂർത്തി എത്തിയാൽ, വിവേകവും ബുദ്ധിയും എത്തിയാൽ പഠിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് ഖബറിൽ ചോദിക്കുക. ആരാണ് നിന്റെ റബ്ബ്? ഏതാണ് നിന്റെ ദീൻ? ആരാണ് നിന്നിലേക്ക് അയക്കപ്പെട്ട റസൂൽ? ഇത് കാണാപ്പാഠം പഠിച്ചു വെച്ച് ഖബറിൽ പോയി കിടന്നാൽ ഉത്തരം പറയാമെന്ന് നമ്മൾ ആരും വ്യാമോഹിക്കേണ്ട. അതല്ലെങ്കിൽ മൊയിലേര് വന്ന് മറമാടിയതിനു ശേഷം തെൽക്കീൻ ചൊല്ലി കുറിപ്പ് ഖബറിലിട്ട് തന്നു കഴിഞ്ഞാൽ, അല്ലേ, കുറിപ്പ് ഖബറിലിടുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, അത് നോക്കി മലക്കുകൾ വന്ന് ചോദ്യം ചോദിച്ചാൽ കോപ്പി അടിക്കാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. മറിച്ച് ഇത് പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് ആ അമലിലായി ജീവിച്ച് മരിച്ചാലേ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുള്ളൂ. അതിനാദ്യം എന്ത് വേണം? ഇത് പഠിക്കണം.
ഇൻഷാ അല്ലാഹ് ഈ കിതാബിലൂടെ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇഅ്ലം റഹിമക്കല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ, നീ അറിയണം, നീ മനസ്സിലാക്കണം, അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസായിൽ, തീർച്ചയായും നിശ്ചയമായും അനിവാര്യമായും നമ്മളെല്ലാവരുടെയും മേൽ പഠിച്ചിരിക്കേണ്ടുന്ന 4 കാര്യങ്ങളുണ്ട്, 4 മസ്അലകളുണ്ട്. ഒന്നാമത്തേത് അൽ ഇൽം, അറിവുണ്ടാകുക എന്നുള്ളതാണ്. എന്തിനെ കുറിച്ചൊക്കെയാണ് നിനക്ക് അറിവുണ്ടാകേണ്ടത്? മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച്, വമഅരിഫത്തു നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ നബിയായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, വമഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല, അവൻ പൂർത്തീകരിച്ചു തന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തെളിവുകൾ സഹിതം നീ അറിയണം, പഠിക്കണം. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് അറിവുണ്ടാകണം. അസ്സലാമു അലൈക്കും. ഇതാണ് ഒന്നാമത്തെ മസ്അല. അറിവുണ്ടാകണം അള്ളാഹിനെ കുറിച്ച്, അവന്റെ റസൂലിനെ കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച് തെളിവുകൾ സഹിതം. രണ്ടാമതായി അസാനിയതു, രണ്ടാമത്തെ മസ്അല അൽ അമലു ബിഹി. അൽ അമലു ബിഹി, അൽ അമലു ബിഹി എന്ന് പറഞ്ഞാൽ അൽ അമലു ബിൽ ഇൽമി. ബിഹി, ഹി എങ്ങോട്ടാ പോകുന്നത്? ആദ്യം പറഞ്ഞ ഇൽമിലേക്കാണ് പോകുന്നത്. അൽ അമലു ബിൽ ഇൽമി, നീ പഠിച്ച, നീ അറിഞ്ഞ ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, അള്ളാഹിനെ കുറിച്ച്, അവന്റെ റസൂലിനെ കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച്, അതനുസരിച്ച് നീ പ്രവർത്തിക്കണം. അൽ അമലു ബിഹി, നീ പഠിച്ച അറിവനുസരിച്ച് നീ പ്രവർത്തിക്കണം. പഠിക്കാൻ വേണ്ടി പഠിക്കല്ല, കേൾക്കാൻ വേണ്ടി പഠിക്കല്ല, അറിയാൻ വേണ്ടി പഠിക്കല്ല. എന്താ പറയുന്നത് ഒന്ന് പോയി കേട്ട് വെക്കാം, അല്ലെങ്കിൽ നിരൂപണം ചെയ്യാൻ വേണ്ടി അയാൾ പറയുന്നത് ശരിയുണ്ടോ അല്ലേ? ചില ആളുകൾ ക്ലാസ് കേൾക്കാൻ പോണത് അങ്ങനെയാണ്. എന്താണ് ഈ ചങ്ങായി പറയുന്നത്? പറയുന്നതിൽ വല്ല മുപ്പര വകയുണ്ടോ? അതിൽ തീവ്രവാദം ഉണ്ടോ? കടിച്ചാൽ പൊട്ടാത്ത എന്തെങ്കിലും കീറാമുട്ടിയായ പുതിയ ആശയങ്ങളുണ്ടോ? ഇതൊക്കെ നിരൂപണം ചെയ്യാൻ വേണ്ടിയാണ് ആളുകൾ പലപ്പോഴും ചിലപ്പോൾ ക്ലാസ്സുകൾക്ക് പോവുക. മുപ്പരെന്താ പറയുന്നത് കേൾക്കാൻ പോയിട്ട് വരാം. പഠിക്കേണ്ടത് എന്തിനാണ്? എന്തിനാ നമ്മൾ ദീൻ പഠിക്കേണ്ടത്? എന്തിനാ നമ്മൾ ദീനിന്റെ സംസാരം കേൾക്കേണ്ടത്? അൽ അമലു ബി, ആ പഠിച്ചത് കേട്ടതനുസരിച്ച് അമൽ ചെയ്യാനാണ്. ഇല്ലെങ്കിലോ ആ കേട്ടത് നമുക്കെതിരെ സാക്ഷിയാകും. ദീൻ പഠിക്കേണ്ടതനുസരിച്ച് അമൽ ചെയ്യാനാണ്. അൽ അമലു ബിഹി, പഠിച്ച കാര്യം അനുസരിച്ച് നീ പ്രവർത്തിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. എല്ലാ മുസ്ലിമിനും നിർബന്ധമായിട്ടുള്ള കാര്യമാണത്. ഇതാണ് രണ്ടാമത്തെ കാര്യം, അൽ അമലു ബിഹി. കൂട്ടത്തിൽ കുറച്ച് അറബിയൊക്കെ തിരിയുന്ന ആളുകൾക്ക് വേണ്ടി ഞാനൊരു എക്സ്ട്രാ ഫായിദ പറഞ്ഞുതരാം. സാധാരണക്കാർ അത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഒന്ന് ക്ഷമിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ. മനസ്സിലാകാത്തൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. നമ്മുടെ കൽബും കണ്ണും കാതും നിയ്യത്ത് നന്നാക്കി തുറന്നു വെച്ചാൽ മനസ്സിലാകാത്ത ഒന്നുമില്ല ദീനുൽ ഇസ്ലാമിൽ. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വഫഖന അല്ലാഹു വഇയ്യാക്കും. ഒരു കാര്യത്തെക്കുറിച്ച് എപ്പോഴാണ് ഇൽമുണ്ടാകുക? ഒരു കാര്യത്തെക്കുറിച്ച് എപ്പോഴാണ് ഇൽമുണ്ടാകുക? എന്താണ് ഇൽമിന്റെ താരീഫ്? ഇദ്റാഖു ശൈഇ അലാ മാ ഹുവ അലൈഹി ഇദ്റാഖൻ ജാസിമൻ. മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ മഅരിഫത്തുൽ ഹഖി മഅ ദലീൽ മഅൽ അദില്ല. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ തെളിവുകൾ സഹിതം മനസ്സിലാക്കുന്നതിനാണ് അറിവ് എന്ന് പറയാം. അവിടുന്ന് കേട്ടു, ഇവിടുന്ന് പറഞ്ഞു, അത് അങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ആവൂലേ, എന്റെ ധാരണ എങ്ങനെയാണ്, ഇതല്ല അറിവ്. മറിച്ച് ഹക്ക് എന്താണോ, എന്താണ് ഹക്ക്? ദീനിലെ ഹക്ക് എന്താ? അള്ളാഹ് പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, അതാദ്യം കേട്ട് പ്രവർത്തിച്ച സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി? ഇതാണ് ദീനിലെ ഹക്ക്. ഇതല്ലാത്ത ദീനിലുണ്ടോ? ഇതല്ലാത്ത ദീനാണോ? ഒന്നുകിൽ അള്ളാഹു പറയണം അവന്റെ കലാമിലൂടെ, ഖുർആനിലൂടെ, അതല്ലെങ്കിൽ അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വ്യക്തമാക്കണം. എന്നിട്ടോ ഖുർആനും ഹദീസും പറഞ്ഞ് നമ്മുടെ ഗവേഷണവും ബുദ്ധിയും ചിന്തയൊക്കെ അനുസരിച്ച് നമുക്ക് തോന്നിയ പോലെ നടപ്പിലാക്കണം. അല്ല, ഖുർആനും ഹദീസും എല്ലാവരും പറയുന്നുണ്ട്. ദീനിന്റെ പേരിൽ വാദിക്കുന്ന എല്ലാവരും ഖുർആനും ഹദീസും പറയുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരും അവർക്ക് തോന്നിയ പോലെയാണ് അത് വ്യാഖ്യാനിക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഖുർആനും ഹദീസും പറയുന്നിടത്തുനിന്ന് നെല്ലും ബദിരും എങ്ങനെ നമ്മൾ വേർതിരിച്ചെടുക്കുക? ഖുർആനും ഹദീസും അതിനാദ്യം കേട്ടവരാരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത്, പിന്നെ അവരുടെ ശിഷ്യന്മാരായ താബിഈങ്ങൾ, പിന്നെ അവർക്ക് ശേഷം വന്ന താബിഈങ്ങൾ. അവരെങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്? അവരെങ്ങനെയാണ് അള്ളാഹിന്റെ റസൂലിനെ സ്വന്തത്തെക്കാൾ ഏറെ സ്നേഹിക്കണം എന്ന് മനസ്സിലാക്കി അള്ളാഹിന്റെ റസൂലും അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം ബാധിച്ച് നബിദിനം കൊണ്ടാടിയോ? മൗലിദ് ആഘോഷിച്ചോ? റബീഉൽ അവൽ ആഘോഷിച്ചോ? എങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പൊ അള്ളാഹിന്റെ റസൂലിനെ ആദ്യം ജീവനേക്കാളേറെ സ്നേഹിക്കണമെന്ന് മനസ്സിലാക്കിയ സ്വഹാബത്ത് അതെങ്ങനെയാണ് കേട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചത്? ഇതൊരു ഹുബ്ബുർ റസൂലിന്റെ വിഷയത്തിലാണെങ്കിൽ എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ. അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ച് അതിനാദ്യം കേട്ട് പ്രവർത്തിച്ച സ്വഹാബത്ത്
താബിഈങ്ങൾ, താബിഈങ്ങൾ, അവരെ കുറിച്ചാണ് നമ്മൾ സലഫുകൾ എന്ന് പറയാം. സലഫുകൾ, മുൻഗാമികൾ, നമ്മുടെ പൂർവ്വസൂരികൾ, അവരുടെ മാർഗം പിൻപറ്റുന്നവരാണ് സലഫികൾ. മനസ്സിലായല്ലോ? സലഫുകളെ പിൻപറ്റുന്നവരാണ് സലഫി. ആരാണ് സലഫുകൾ? ഏതെങ്കിലും ഗ്രൂപ്പിന്റെ, സംഘത്തിന്റെ, പാർട്ടിന്റെ പേരാണോ അത്? അവരുടെ ഐഡന്റിറ്റി ആണത്? അവരുടെ ട്രേഡ് മാർക്കാണോ അത്? അല്ല. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തും അവരിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങളും അവരെ പിൻപറ്റിയ താബിഈങ്ങളും ഇവരെ കുറിച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വിശേഷിപ്പിച്ചു, ഖൈറുന്നാസി ഖർനി, ഉത്തമരായ തലമുറ എന്റെ തലമുറ. ആരാണവർ? സ്വഹാബത്ത്. സുമ്മല്ലദീന യലൂഹും, പിന്നെ അവരെ തുടർന്ന് വന്നവർ. അവരാരാണ്? താബിഈങ്ങൾ. സുമ്മല്ലദീന യലൂഹും, പിന്നെ ആരാണ്? അവരെ തുടർന്ന് വന്നവർ, താബിഈങ്ങൾ. ഈ 3 തലമുറകളാണ് ഉത്തമരായ തലമുറകൾ എന്ന് റസൂൽ അവിടുത്തെ തിരുനാവ് കൊണ്ട് വിശേഷിപ്പിച്ചവരാണ് അവർ. അപ്പൊ അവരുടെ അടുത്താണ് ശരിയായ ദീൻ ഉണ്ടാവുക. ആ പാരമ്പര്യത്തിലേക്ക് നമ്മൾ മടങ്ങണം. 14 പാരമ്പര്യത്തിലേക്ക്, പഴമയിലേക്ക് നമ്മൾ തിരിച്ചു കടക്കണം. നമ്മുടെ കഴിഞ്ഞ തലമുറ, അതിന്റെ മുമ്പത്തെ തലമുറ, നമ്മളെ കാരണവന്മാര് കണ്ടോ, നമ്മുടെ നാട്ടിലെ പാരമ്പര്യത്തിനെതിരെ പുത്തൻകുറ്റിക്കാർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. ആളുകൾ കളിയാക്കും, പരിഹസിക്കും. ശരിയാണ്, നിങ്ങൾക്കത് തോന്നും. പക്ഷെ നമ്മൾ അതിനേക്കാൾ പഴമയിലേക്കാണ് തിരിച്ചു നടക്കുന്നത്. 14 പാരമ്പര്യത്തിലേക്ക്. അത് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള മറുപടി. അവരെയാണ് നമ്മൾ പിൻപറ്റുന്നത്, സ്വഹാബത്തിനെയും താബിഈങ്ങളെയും താബിഈങ്ങളെയും. അവരെ കുറിച്ചാണ് സലഫുകൾ എന്ന് പറയാം. അവരുടെ മാർഗം പിൻപറ്റുന്നവരാണ് സലഫികൾ. മനസ്സിലായോ? അതാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാണ് യഥാർത്ഥ സുന്നികൾ. അതിനെ യഥാർത്ഥ രൂപത്തിൽ വെള്ളം ചേർക്കാതെ എത്തിച്ചു കൊടുക്കുന്നവരാണ് യഥാർത്ഥ തബ്ലീഗുകാർ. ആ മാർഗം എത്തിച്ചു കൊടുക്കലാണ് തബ്ലീഗ്. അത് ശരിയായി എത്തിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ അവരാണ് യഥാർത്ഥ തബ്ലീഗുകാർ. അപ്പൊ പേരും ജയിലും കോലൊക്കെ എല്ലാവർക്കും നാവ് കൊണ്ട് പറയാനും സ്റ്റിക്കർ ഒട്ടിച്ച് ആളെ വിളിച്ചു കൂട്ടാനൊക്കെ പറ്റും. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യത്തിലാണ് കാര്യം. യാഥാർത്ഥ്യത്തിനോട് അവർ എത്രത്തോളം കൂറു പുലർത്തുന്നുണ്ട് എന്നതിലാണ് കാര്യം. സാന്ദർഭികമായി ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഹക്ക് എന്ന് പറഞ്ഞാൽ, ഇൽമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഗതിയിൽ എനിക്ക് ഇൽമുണ്ട്, എനിക്ക് വിവരമുണ്ട്, എനിക്ക് അറിവുണ്ട് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ആ സംഗതി ശരിക്കും, ആ ഹക്ക് തെളിവുകൾ സഹിതം പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാത്തടത്തോളം നമുക്ക് ആ വിഷയത്തിൽ അറിവില്ല. ഈ ഇദ്റാഖു ശൈഇ അലാ മാ ഹുവ അലൈഹി ഇദ്റാഖൻ ജാസിമൻ ഇൽമിന്റെ ഡെഫിനിഷനാണ്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇൽമിനെ കുറിച്ച് പറയുന്ന ഡെഫിനിഷനാണ്. ഈ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാകണമെങ്കിൽ 6 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇൽമിലേക്ക് എത്തുന്ന 6 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരു കാര്യത്തിൽ നമുക്ക് അറിവുണ്ടാകണമെങ്കിൽ 6 ഘട്ടങ്ങൾ നമ്മൾ പിന്നിടണം. ഒന്നാമത്തേത് അൽ ജഹ്ലുൽ മുറക്കബ് എന്ന ഘട്ടമാണ്. എന്താണ് ജഹ്ലുൽ മുറക്കബ് എന്ന് പറഞ്ഞാൽ? ഒരു സംഗതി എങ്ങനെയാണുള്ളത് അതിന്റെ നേരെ എതിരായി മനസ്സിലാക്കുക. തൗഹീദിനെ ശിർക്കായി മനസ്സിലാക്കുക, ശിർക്കിനെ തൗഹീദായി മനസ്സിലാക്കുക, സുന്നത്തിനെ ബിദ്അത്തായി മനസ്സിലാക്കുക, ബിദ്അത്തിനെ സുന്നത്തായി മനസ്സിലാക്കുക, ഹലാലിനെ ഹറാമായി മനസ്സിലാക്കുക, ഹറാമിനെ ഹലാലായി മനസ്സിലാക്കുക, ഹക്കിനെ ബാത്തിലായി മനസ്സിലാക്കുക, ബാത്തിലിനെ ഹക്കായി മനസ്സിലാക്കുക. ഒരു സംഗതി എങ്ങനെയാണുള്ളത് അതിനെ നേരെതിരായി മനസ്സിലാക്കുക. ഇതിനാണ് ജഹ്ലു മുറക്കബ് എന്ന് പറയാം. ജഹ്ലു മുറക്കബ്, വിവരക്കേടിന്റെ കൊട്ട. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരാൻ സാധിക്കുകയാണെങ്കിൽ, മുമ്പ് നമ്മുടെ കേരള മണ്ണിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തൗഹീദുള്ളവരും ശിർക്കിനെ ന്യായീകരിക്കുന്നവരും ശിർക്കിന് വേണ്ടി നിലകൊള്ളുന്നവരും തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്നവരും തമ്മിൽ ഒരു സംവാദമുണ്ട്, ഒരു ആശയ സംവാദം. അങ്ങനെ തൗഹീദി പക്ഷത്ത് നിന്ന് തൗഹീദിന് വാദിക്കുന്ന ഒരു പ്രബോധകൻ എതിർപക്ഷത്തോട് ചോദിച്ചു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ, പ്രാർത്ഥിക്കാൻ, ഇസ്തിഗാസ ചെയ്യാൻ ഖുർആനിൽ നിന്ന് തെളിവോതാമോ? ഖുർആനിൽ തെളിവുണ്ടാവോ അല്ലാത്തവരെ വിളിച്ചു തേടാൻ? കാരണം ഖുർആൻ മുഴുവൻ തൗഹീദാണ്. അള്ളാഹിനെ മാത്രം വിളിച്ചേ തേടാവൂ. അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ച് തേടരുത്, ദുആ ചെയ്യരുത് എന്നാണ് ഖുർആനിൽ അല്ലാഹു സ്ഥാപിച്ചത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹു നിന്നോട് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിനക്ക് മാത്രം സഹായം തരുന്നു. ഖുർആൻ മുഴുവൻ തൗഹീദല്ലേ? ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടാവോ? ഒരിക്കലുമില്ലല്ലോ. ആ ധൈര്യത്തിലാണ് തൗഹീദിന്റെ പക്ഷത്ത് നിന്നുള്ള ആൾ മറുപക്ഷത്തെ വെല്ലുവിളിച്ചത്. ഖുർആനിൽ ആയത്തോതാമോ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ? മറുപക്ഷത്ത് ഉടനടി മറുപടി ഉണ്ടായി. ആ ചങ്ങാതി എന്നും ജീവിച്ചിരിക്കുന്നു, ഇന്നും കേരള മണ്ണിലെ ശിർക്കിന്റെ അപ്പോസ്തലനായി ഹദാഹുല്ലാ, അള്ളാഹു അയാൾക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അരങ്ങ് വാഴുന്ന സാക്ഷാൽ കാന്തപുരം മൗലാനയാണ് അദ്ദേഹം, ഹദാഹുല്ലാ.
ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് കേരള മണ്ണിൽ ആദ്യമായി ശിർക്കിന് വേണ്ടി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത വ്യക്തിയാണ് ഹദാഹുല്ല. അയാൾ ഓതി ഉണ്ട് മൗലവി ഉണ്ട്. എന്നിട്ട് ഖുർആനിൽ നിന്നൊരു ആയത്ത് ഓതാണ് അദ്ദേഹം. വസ്അൽ മൻ അർസൽന മിൻ ഖബ്ലിക മിൻ റുസുലിന അജഅൽന മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ എന്ന ആയത്ത് ഓതി. അതാണ് ശിർക്കിന് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാനുള്ള തെളിവ്. സത്യത്തിൽ ഈ ആയത്ത് തൗഹീദിന് വേണ്ടി ഇറക്കി. 100ക്ക് 100 പത്തര മാറ്റി തൗഹീദ് അത് നിറഞ്ഞു തുളുമ്പുന്ന ആയത്താണത്. ഈ ചങ്ങാതി ഓതിയത് എന്തിനാ? ശിർക്കിന് വേണ്ടിയിട്ട്. ഇതിനാണ് ജഹ്ല് മുറക്കബ് എന്ന് പറയാം. എന്താണ് ഈ ആയത്തിലുള്ളത്? വസ്അൽ, നബിയെ വിളിച്ചിട്ട് അല്ലാഹ് പറയുന്നു, നബിയെ താങ്കൾ ചോദിച്ചു നോക്കുക. മൻ അർസൽന മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് അവതരിപ്പിച്ച മുർസലിങ്ങളോട് ചോദിച്ചു നോക്കുക നബിയെ. മിർ റുസുലിന, താങ്കൾക്ക് മുമ്പ് അയച്ച മുർസലീങ്ങളോട് താങ്കൾ ചോദിച്ചു നോക്കുക നബിയെ. അജഅൽന മിൻ ദൂനിർ റഹ്മാനി, റഹ്മാനായ അല്ലാഹുവിന് പുറമെ ആലിഹതൻ യുഅബദൂൻ, ഇബാദത്ത് ചെയ്യപ്പെടാൻ, വിളിച്ചു തേടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ വല്ല ഇലാഹിനെ നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ അമ്പിയാക്കളെ എന്ന് മുൻകഴിഞ്ഞ മുർസലീങ്ങളോട് ചോദിച്ചു നോക്കുക നബിയെ. ചോദിച്ചു നോക്കിയാൽ അറിയാം. അല്ലാഹു വേറെ ആയത്തിൽ വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് തആഊത്, എല്ലാ സമുദായത്തിലേക്കും നാം മുർസലീങ്ങളെ അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? നിങ്ങൾ അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം, അല്ലാഹനെ മാത്രം വിളിച്ചു തേടണം, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടരുത്, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യരുത് എന്ന് പഠിപ്പിച്ചിട്ടാണ്, എന്ന് പറഞ്ഞു പ്രബോധനം ചെയ്യാനാണ് മുഴുവൻ മുർസലീങ്ങളെ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ മുർസലീങ്ങളോട് ചോദിച്ചു നോക്കിയാൽ നബിയെ താങ്കൾക്ക് മനസ്സിലാകും തൗഹീദിന് വേണ്ടി അല്ലാഹനെ വിളിച്ചു മാത്രം തേടണം എന്ന് പറയാനാണ് അവർ അയച്ചിട്ടുള്ളത്. ഇതിലെന്താ ശിർക്കുള്ളത്? ശിർക്കുണ്ടാകുമോ ഖുർആനിൽ? പച്ചയായ തൗഹീദാണ് ഈ ആയത്ത്. ഈ ചങ്ങാതി എങ്ങനെയായിരിക്കും ഇനി ശിർക്കിനെ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? എങ്ങനെയാണ് ഈ തൗഹീദിന് വേണ്ടി ഇറക്കിയ ആയത്ത്, തൗഹീദ് സ്ഥാപിച്ച ആയത്തിൽ എങ്ങനെയാണ് ഈ ചങ്ങാതി ശിർക്ക് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയത്? വയാ സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ പറഞ്ഞു വസ്അൽ മൻ അർസൽന മിൻ ഖബ്ലിക മിർ റുസുലിന എന്ന് പറഞ്ഞില്ലേ? നബിയോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞില്ല. ആരോടോ ചോദിച്ചേക്കാൻ പറഞ്ഞു? മുൻകഴിഞ്ഞ അംബിയ മുർസലിങ്ങളോട്. മുൻകഴിഞ്ഞ അംബിയ മുർസലിങ്ങളോട് ഉണ്ടോ? അവരെവിടെയാണ്? അവര് മഖബറുകളിലാണ്, അവർ ജാറങ്ങളിലാണ്, അവർ മണ്ണിനടിയിലാണ്. അതുകൊണ്ട് മൺമറഞ്ഞു പോയ അമ്പിയാക്കളുടെ ഖബറുകൾ പോയി അവരോട് ഇസ്തിഗാസ ചെയ്യുക നബിയെ, അവനോട് പോയി തേടുക, ചോദിക്കുക. കണ്ടോ, ഇതാണ് നമുക്കുള്ള തെളിവ്. വയാ സുബ്ഹാനല്ലാഹ്, തൗഹീദിന് വേണ്ടി ഇറക്കിയ ആയത്. സത്യത്തിൽ അതാണ് അവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം. ജാറത്തിൽ പോയി തേടാനാണ് പറഞ്ഞത്. ഒരു വലിയ, നമ്മൾ പറയില്ലേ, നമുക്ക് വളരെ സുവ്യക്തമായ ഹക്ക്, സത്യം. നമ്മൾ രണ്ടാൾ തമ്മിൽ ചർച്ച അല്ലെങ്കിൽ തർക്കമുണ്ടായി ഒരു വിഷയത്തിൽ. ഒരാൾ പറയുന്നത് അത് ശരിയല്ല, ഈ പറഞ്ഞത് തെറ്റാണ്. ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ശരി, ഞാനല്ല പറയണത്, മറ്റേ ആളില്ലേ, മൂപ്പരോട് ചോദിച്ചു നോക്ക്. നീ എൻ്റെ അടുത്ത ചങ്ങായില്ല, എൻ്റെ അടുത്ത കുടുംബം, അവനോട് ചോദിച്ചു നോക്ക്, എനിക്ക് മനസ്സിലാവും. ചിലപ്പോൾ അയാൾ സ്ഥലത്തുണ്ടാവില്ല. പറഞ്ഞതിനർത്ഥം അയാൾ എവിടെയുള്ളത് അയാളോട് ഒന്ന് വിളിച്ച് തേടണമെന്നാണോ? അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് മാത്രമല്ല, എൻ്റെ വല്ലിപ്പാക്കും വല്ലിപ്പാൻ്റെ വല്ലിപ്പാക്കും എൻ്റെ തലമുറകൾക്ക് മൊത്തം അറിയുന്ന സത്യമാണത്, ചോദിച്ചു നോക്ക് നീ എന്ന് പറഞ്ഞാൽ അതൊരു വെല്ലുവിളിയുടെ സ്വരത്തിൽ ആ ഹക്കിനെ സ്ഥാപിക്കുന്ന ഒരു തരം പ്രയോഗമാണ്. അതിനർത്ഥം മരിച്ചവരോട് പോയി കബറിൽ പോയി തേടാനാണോ? അമ്പിയാക്കളോട് ഇസ്തിഗാസ ചെയ്യാനാണോ? അപ്പം ഇങ്ങനെ തൗഹീദിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ആയത്ത് ശിർക്കിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. അത് അയാളുടെ വിവരക്കേടിന്റെ ആഴം കൊണ്ടാണോ ബോധപൂർവം അതിനെ കോട്ടിമാറ്റിയതാണ് അല്ലാഹു നമുക്കറിയില്ല. ഏതായാലും ഇതാണ് ശരി. എന്താണോ അതിനെ നേരെതിര് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള വിവരക്കേടിന്റെ ആഴമാണ് ജഹ്ല് മുറക്കം. ഇതിന് അറിവായിട്ട് പറയാൻ പറ്റുമോ? സാധാരണക്കാർ ചോദിക്കും, അവരറിവില്ലാത്തവരാണോ? അവർ കിതാബ് ഓതുന്നവരല്ലേ? അവർ അറബി തിരിയുന്നവരല്ലേ? ഇങ്ങനെയാണ് അറിവെങ്കിലോ എന്തായിരുന്നു ഇബ്ലീസിന്റെ അവസ്ഥ? ഇബ്ലീസിന് ഇൽമില്ലാഞ്ഞിട്ടാണോ? അറിവില്ലാഞ്ഞിട്ടാണോ? ലൗകാന മിൻ ദൂനി തുഖാ ശറഫു ലകാന അഫ്ളലു ഖൽഖില്ലാഹി ഇബ്ലീസു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അതിന്റെ ഹക്ക് മനസ്സിലാക്കി അള്ളാഹിനെ പേടിച്ച് തഖ്വ ചെയ്ത് ജീവിക്കുന്നതിലാണ് ശ്രേഷ്ഠതയുള്ള. വിവരമുണ്ട്, കിതാബ് ഓതാൻ അറിയാം, ഇൽമുണ്ട് എന്നതുകൊണ്ട് കാര്യമുണ്ടോ? അതനുസരിച്ച് അമൽ ചെയ്യണം, അതനുസരിച്ച് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. ഈ തഖ്വക്കൊരു സ്ഥാനവും ദീനിൽ ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാകുമായിരുന്നു? അഫ്ളലു ഖൽഖില്ലാഹി ഇബ്ലീസു, സാക്ഷാൽ ഇബ്ലീസ് ആകുമായിരുന്നു. കാരണം ഇബ്ലീസിന്റെ അറിവ്, ഇബ്ലീസിനുള്ള അറിവിനോളുണ്ടോ? കാന്തപുരത്തിന് അറിവ് ഉണ്ടോ? ഏതെങ്കിലും വലിയവർക്കുണ്ടോ? ഇബ്ലീസ് ആയില്ലേ? അപ്പോ ഇങ്ങനെ വലിയ കിതാബ് ഓതിയ നീണ്ട താടിയുള്ള വെള്ളി മാത്രം ജീവിതത്തിലിടുന്ന ഈ മൗലിയമാരൊക്കെ ദീനിനെതിരായി സംസാരിക്കുമ്പോൾ അവർക്കൊന്നും അറിവില്ലേ എന്ന ചിന്ത നമുക്ക് വേണ്ട. അപ്പൊ ഇബ്ലീസിനെ ആലോചിച്ചാൽ മതി.
അവൻ ഒരേക്കാളൊക്കെ ഒരല്ലാമമാരുടെ അല്ലാമമാരെക്കാൾ അറിവുള്ള ആളായിരുന്നു ആര്? സാക്ഷാൽ ഇബ്ലീസ് എന്ന് ആലോചിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്തും ഇൽമും അമലും നൽകി അതിൽ നിലനിർത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പൊ ഇൽമ് ജഹൽ മുറക്കബ് പിന്നിടണം. പിന്നെ എന്താണ് രണ്ടാമത്തെ ഘട്ടം? ജഹൽ ബസീത്. അൽ ജഹലുൽ ബസീത്. ജഹൽ ബസീത് ഒരു അന്തം ഇല്ലാതിരിക്കുക, ഒരു വിവരം ഇല്ലാതിരിക്കുക. അത്തരത്തിലുള്ള ആളുകൾ നമുക്ക് പഠിപ്പിക്കാം. ഒരു വിവരമില്ലാത്ത ആളുകളെ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അത് അവരിലുണ്ടാവും. എന്നാൽ ഉള്ളത് നേരെ എതിരായി മനസ്സിലാക്കുന്നവരെ അവരെ തിരുത്താൻ ഭയങ്കര പാടാണ്. ഒരു വിവരമില്ലാത്ത ആളുകളെ നമുക്ക് പഠിപ്പിച്ച് ശരിയാക്കാൻ സാധിക്കും. ഒരു വിവരമില്ലാതിരിക്കാൻ പാടില്ല. വിശാലമായ അറിവില്ലായ്മ, അതായത് ഒരു വിവരവുമില്ലാത്ത, തീരെ അന്തമില്ലാത്ത അവസ്ഥ, ഇതുണ്ടാകാൻ പാടില്ല. അടുത്തത് അൽവഹം. നിങ്ങളെന്താ പറഞ്ഞേ? അൽവഹം. വഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ട്, അത് തെറ്റാകാനാണ് കൂടുതൽ സാധ്യത. ഒരു ധാരണ മാത്രമേ ഉള്ളൂ. തെറ്റാകാനാണ് കൂടുതൽ സാധ്യത, ശരിയാകാൻ കുറഞ്ഞ സാധ്യത മാത്രമേ ഉള്ളൂ. ഒരു ധാരണ. ഇപ്പം അടുത്ത് കേരളത്തിൽ അറിയപ്പെട്ടൊരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങി അവരുടെ സ്ഥാപനം പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ഓൺലൈൻ അക്കാദമിയാണ്. ധാരാളം നൂറുകണക്കിന് ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ദീൻ പഠിക്കാൻ വേണ്ടി അവലംബിക്കുന്ന ഒരു ഓൺലൈൻ അക്കാദമി. അവരവരുടെ അക്കാദമിയെ പരിചയപ്പെടുത്താൻ വേണ്ടി പിന്നെ ഇറക്കിയൊരു ബ്രോഷറിൽ മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്ന ഹദീസിന് കൊടുത്തിരിക്കുന്ന അർത്ഥം, ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ അവഗാഹം, ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ശരിയായ തെളിവുകൾ സഹിതം കൃത്യമായ അറിവ് നൽകുന്നതാണ്. അതിനവർ അർത്ഥം കൊടുത്തേക്കണം ദീനിലൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കുന്നു. ധാരണ അതിങ്ങനെ ആവാം അല്ലെ, ഒരു ധാരണ, ഒരു സ്വപ്ന ലോകത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം, ഇതാണോ ആ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ ശരിക്കും വഹമിനർത്ഥം ഒരു ധാരണ എന്നാണ്. ധാരണ എന്ന് പറഞ്ഞാൽ എന്താ? ശരിയാകാൻ വളരെ കുറഞ്ഞ സാധ്യതയുള്ളൂ, തെറ്റാകാനാണ് ഒരു കാഴ്ചപ്പാട്, അങ്ങനെ ആയിരിക്കാം. ഇതാണോ ദീൻ? ഇതാണ് അറിവ്? ഇതിനാണോ വിവരം എന്ന് പറയാ? പറയോ നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് അങ്ങനെ പറയോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു ധാരണയാകരുത് ദീൻ. തെറ്റാകാനാണ് കൂടുതൽ സാധ്യത. നമുക്ക് ഓരോരുത്തർക്കും ദീനിന്റെ വിഷയത്തിലുള്ള അറിവ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. ഇങ്ങനെയാണ് ഒരു ധാരണ മാത്രം, അങ്ങനെ ആയിരിക്കാം. തൗഹീദ് പഠിച്ചു, തൗഹീദ് ഇങ്ങനെ ഏകദേശം അറിയാം, എന്താ ഇങ്ങനെ ആയിരിക്കാം. എത്രയാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ, അതിങ്ങനെ എണ്ണി പറയാനൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇങ്ങനെ ഓരോന്നും നമ്മൾ പരിശോധിച്ച് നോക്കുക. ഇങ്ങനെ ഒരു ധാരണയുടെ പിന്നാലെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ദീനിൽ. ഇതല്ല ഇൽമ് എന്ന് പറഞ്ഞാൽ. ആ ഇൽമുള്ളവനെ അമലാക്കാനും പറ്റൂല. അപ്പൊ വഹ്മ്, ജഹൽ മുറക്കബ് പിന്നിടണം, ജഹൽ ബസീത്ത് പിന്നിടണം, വഹ്മ് പിന്നിടണം. പിന്നെ അടുത്ത ഘട്ടം എന്താ? അശക്ക്. ശക്ക് എന്ന് പറഞ്ഞ സംശയം, അതായത് ശരിയാകാനും തെറ്റാകാനും ഒരേ സാധ്യത, സമാസമം, 50-50. ഇതിനാണ് ശക്ക് എന്ന് പറയാം. നമ്മൾ അറിഞ്ഞൊരു കാര്യം ഇത് തെറ്റാവാനും ശരിയാകാനും ഒരുപോലെ സാധ്യതയുണ്ട്, അതിനാണ് ശക്ക് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ സംശയിച്ച രൂപത്തിലല്ല നമ്മൾ ദീൻ പഠിക്കേണ്ടത്. ശരിയാകാനോ തെറ്റാകാനോ ഒരുപോലെ സാധ്യതയുള്ള അവസ്ഥയെ നമ്മൾ മറികടക്കണം. പിന്നെയാണ് ലന്ന്. എന്താണ് ലന്ന് എന്ന് പറഞ്ഞാൽ? ശരിയാകാനാണ് കൂടുതൽ 90% അല്ലെങ്കിൽ 99.9% എനിക്ക് ആ വിഷയം അറിയാം, പക്ഷെ ഒരു ശതമാനം അതിലൊരു ധാരണ പിശകുണ്ട്, അതിനും ഇൽമെന്ന് പറയാൻ പറ്റൂല. ഊഹം എന്നതിന് പറയുള്ളൂ. ഏകദേശമൊക്കെ ശരിയാണ്, കുറച്ചും കൂടി ഒന്ന് അല്ല. കുട്ടികളോട് ചോദ്യം ചോദിക്കുമ്പോൾ പഠിച്ചിക്കണോടാ, ഏകദേശമൊക്കെ കുറച്ചും കൂടി ഒന്ന് നോക്കാണ്ട്, അതിന് ഇൽമെന്ന് പറയില്ല. പഠിച്ചിക്കണമെന്ന് ചോദിച്ചാൽ പഠിച്ചു എന്ന് നമ്മൾ നാവ് കൊണ്ട് പറയണമെങ്കിൽ 100% നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇല്ലെങ്കിൽ പഠിച്ചു എന്നും മിണ്ടരുത് എൻ്റെ ഭാഷയിൽ. ഉള്ളത് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ നമുക്കറിയണം. അപ്പൊ ഞാൻ 6 ഘട്ടങ്ങളിലാണ് വന്ന് തെറ്റിപ്പോയി. 5 ഘട്ടങ്ങൾ. ഒരു സംഗതിയെക്കുറിച്ച് എങ്ങനെയാണോ ഉള്ളത് അതിനെതിരായി നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. ഇനി ഒരു വിവരമില്ല, തൗഹീദിനെ കുറിച്ച് എന്താ തൗഹീദ് അറിയില്ല, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാന അറിയില്ല, എന്താണ് ഇസ്ലാം കാര്യങ്ങൾ, എന്താണ് ഈമാൻ കാര്യങ്ങൾ, ഒന്നും അറിയില്ല. ഇങ്ങനെ ഒരു ഓളത്തിന് കാനേശുമാരി മുസ്ലിമായി ഇങ്ങനെ ജീവിച്ച് തീർക്കുക. ഒരു വിവരമില്ലാതെ വിവരം കെട്ടവനായി ദീനിൽ ഒരു വിവരമില്ലാത്ത മുസ്ലിമായി നമ്മൾ ജീവിക്കാൻ പാടില്ല. ജഹൽ ബസീത്ത് വിട്ടുകിടക്കണം. അൽവഹം, ദീനൊരു ധാരണയായിരിക്കും, അങ്ങനെ ആയിരിക്കും എന്ന ധാരണയിൽ ദീനിനെ കുറിച്ച് വിവരം സ്ഥാപിക്കാൻ പാടില്ല. അശക്ക്, ശരിയാകാനും തെറ്റാകാനും ഒരുപോലെ സാധ്യതയുണ്ട്, സംശയത്തിലാണ് അവന്റെ പാടില്ല. അള്ളൻ, കൂടുതൽ ശരിയാകാനാണ്, കുറഞ്ഞ സാധ്യത മാത്രമേ തെറ്റാവാനുള്ളൂ, അങ്ങനെയും പാടില്ല. മറിച്ച് പിന്നെയാണ് താരിഫാണ് നമ്മൾ ഇദ്റാഖു ശൈഇ അലാ മാ ഹുവ അലൈഹി ഇദ്റാഖൻ ജാസിമൻ. എങ്ങനെയാണോ ഉള്ളത് അതങ്ങനെ തന്നെ കൃത്യമായി, കണിശമായി, വ്യക്തമായി, സ്പഷ്ടമായി മനസ്സിലാക്കുക.
100% കറകളഞ്ഞ് അൽ ഹഖു ബിദ്ദലീൽ, തെളിവുകൾ സഹിതം, മഅരിഫത്തുൽ ഹഖി ബിദ്ദലീൽ, കൃത്യമായി എങ്ങനെയാണുള്ളത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇതിനാണ് അറിവ് എന്ന് പറയാം, ഇതിനാണ് ഇൽമ് എന്ന് പറയാം. ഇങ്ങനെ നമ്മൾ അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ നബിയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട അറിയേണ്ട കാര്യങ്ങൾ തെളിവുകൾ സഹിതം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് ഇൽമുണ്ട് എന്ന് പറയാം. ഒന്നാമത്തെ മസ്അല നമ്മൾ പാസായി. വഫഖന അല്ലാഹു വഇയ്യാകും. അമാല റസൂലില്ലാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. സഹോദരങ്ങളെ, അപ്പോൾ ഒന്നാമത്തെ മസ്അല ഇതാണ്. നമുക്ക് അറിവുണ്ടായിരിക്കണം. അടിസ്ഥാനപരമായി അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ റസൂലിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ്റെ ദീനിൽ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് തെളിവുകൾ സഹിതം. ദീനിൻ്റെ എല്ലാ മസ്അലകളും എല്ലാ വിജ്ഞാന ശാഖകളും എല്ലാ മുസ്ലിമീങ്ങളും പഠിക്കണം നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. മറിച്ച് നിർബന്ധമായി അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെല്ലാ മുസ്ലിമീങ്ങളും ഒരുപോലെ പഠിക്കേണ്ട കാര്യമാണ് ഈ 3 കാര്യങ്ങൾ. അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഖീദ. അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു അലീമാണെന്ന് പറഞ്ഞാൽ, അള്ളാഹു ഖദീറാണെന്ന് പറഞ്ഞാൽ, അള്ളാഹു സമീ ആണെന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള തൗഹീദ് എങ്ങനെയാണ് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത്? എന്താണ് തൗഹീദിന്റെ താല്പര്യം? എന്താണ് അതിന്റെ വിവിധ ഇനങ്ങൾ? തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വ സിഫാത്ത്. ഇതൊക്കെ പലരും ആദ്യമായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നുണ്ടാകുക. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നമ്മുടെ അഖീദയുടെ അടിത്തറ. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടങ്ങിയിട്ടുള്ള 2 തൂണുകൾ, 2 റുക്നുകൾ, അന്നഫി വൽ ഇസ്ബാത്ത്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ അനിവാര്യമായും പാലിക്കേണ്ടുന്ന ശുറൂത്തുകൾ, ഷർത്തുകൾ? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന നവാഖിദുകൾ? ഇതൊക്കെ പണ്ഡിതന്മാർ അഖീദയുടെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ മുസ്ലിമും പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നമ്മുടെ നബിയായി റസൂലായി നമ്മൾ അംഗീകരിച്ചാൽ, ആ ഷഹാദ പ്രഖ്യാപിച്ച്, എന്താണ് നബിയോട് നമ്മൾ വെച്ചു പുലർത്തേണ്ടുന്ന ഹുഖൂഖുകൾ, ബാധ്യതകൾ? എവിടെയാണ് മുഹമ്മദ് റസൂൽ നമുക്ക് നഷ്ടപ്പെടുക? തഅതുഹു ഫീമാ അമർ, തസ്ദീഖുഹു ഫീമാ അഖ്ബർ, വജ്തിനാബു മാ നഹാ അൻഹു വസദർ, വഅല്ലാ യുഅ്ബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടുന്ന 4 അടിസ്ഥാനങ്ങൾ. ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കുക? ഇതൊക്കെ നമ്മൾ പഠിക്കണം. അതോടൊപ്പം ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്. ഒരാൾ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ കച്ചവടത്തിൽ ഇസ്ലാമിന്റെ വിധി. ഒരാൾ വാപ്പയാണെങ്കിൽ വാപ്പാക്കുള്ള ഹക്കുകൾ ഇസ്ലാമികമായി. മകനാണെങ്കിൽ മകന് വാപ്പാനോട് ഉമ്മാനോടുള്ള ഹക്കുകൾ. കുടുംബനാഥനാണെങ്കിൽ കുടുംബത്തിൽ പാലിക്കേണ്ടത്. സ്വത്തോഹരി വെക്കുന്നുണ്ടെങ്കിൽ ആ രംഗത്ത്. ഇങ്ങനെ എല്ലാ മേഖലയിലും നോക്കൂ. നിങ്ങൾ ഒരു ദിവസം ഇനി ഒരു ബാധ്യതയും ദുനിയാവിൽ, ഒരു പ്രാരാബ്ദ്യം, ഒരു ചുമതല ഏൽപ്പിക്കപ്പെട്ടവനല്ല. അവനൊരു സാമാന്യ മുസ്ലിം മാത്രമാണ്. അവന് നേരം വെളുത്തെണിച്ച് രാത്രി ഉറങ്ങുന്നത് വരെ എന്തൊക്കെ ആദാബുകളും അഖ്ലാഖുകളും ഇസ്ലാമിൽ പാലിക്കാനുണ്ട്. ടോയ്ലറ്റിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? വസ്ത്രം ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? ചെരുപ്പിടുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? മഴ പെയ്യുമ്പോൾ, മഴ കൂടിക്കഴിഞ്ഞാൽ, ഇടി വെട്ടുമ്പോൾ, നായന്റെ കുര കേൾക്കുമ്പോൾ, കാറ്റടിച്ചു വീശുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ഇണയെ സമീപിക്കുമ്പോൾ, മക്കൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ, നിനക്കൊരു രോഗം വന്നാൽ, നിനക്കൊരു വേദന വന്നാൽ, എന്തൊക്കെ നിനക്ക് പഠിക്കാനുണ്ട്? എന്തൊക്കെയുണ്ട് ഓരോ ദിവസവും. നിന്റെ നടത്തത്തിൽ നീ അങ്ങാടിയിലെത്തിയാൽ, നീ ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ, ഇങ്ങനെ ഓരോ രംഗത്തും നീ കൊടുക്കുമ്പോൾ, നീ വാങ്ങുമ്പോൾ, നീ കടമിടപാട് നടത്തുമ്പോൾ, നീ പണയം വെക്കുമ്പോൾ, ഇങ്ങനെ എന്തൊക്കെ ഓരോ മുസ്ലിമിനും അവന്റെ ഡെയിലി ലൈഫിൽ പഠിച്ച് പ്രവർത്തിക്കാനുള്ള ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതാരാ പഠിക്കുക? ഇങ്ങനെ നിർബന്ധമായി അറിയേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. എങ്ങനെ പഠിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംശയമില്ലാതെ, ധാരണയാകാതെ, ഊഹാപോഹങ്ങളാകാതെ. എന്നതൊന്നും പഠിക്കണ്ട, അതങ്ങ് അതിന്റെ വഴിക്ക് പോട്ടെ, ഞാനെങ്ങനെ എൻ്റെ വഴിക്കും എന്ന വിവരം കെട്ടവനായി ജാഹിലായി മരിച്ചു നീങ്ങാനാണോ നിന്റെ ഉദ്ദേശം?
അതല്ല, നീ മുമ്പെങ്ങാനും എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, ഏതോ കാലത്ത് സമസ്തന്റെ മദ്രസയിൽ പോയി, അല്ലെങ്കിൽ ഏതോ പതിറ്റാണ്ടിൽ പോയിട്ട് പള്ളിദർസിൽ കിതാബ് ഓതിയിട്ടുണ്ട് കുറച്ചു കാലം, അതും കൊണ്ട് നടക്കുകയാണ് എപ്പോഴും. പിന്നെ ഇപ്പം അടുത്ത കാലത്ത് നമ്മൾ മുജാഹിദ് ആയതാണ്, സലഫി ആയതാണ്, അള്ളാന്റെ ദീനിനോട് മൂപ്പര് ചെയ്ത ഓശാരം പോലെ. നമ്മൾ മുമ്പ് അങ്ങനെയായിരുന്നു, പിന്നെ അങ്ങോട്ട് മാറിയതാണ്. ഞാൻ ആരായിരുന്നു അറിയോ? ചില ആളുകളെ, ഞാൻ ആരും പ്രത്യേകിച്ച് ഉദ്ദേശിച്ച് പറയാം, ചില ആളുകളെ സംസാരം ഓർമ്മ വന്നപ്പോൾ, എന്നോട്ട് പഠിക്കുവോ, മാറിക്കഴിഞ്ഞാൽ പഠിക്കുവോ, എന്താണ് ശരി? മുമ്പ് പഠിച്ചതൊക്കെ വിവരക്കേടാണ്, ഇല്ലാത്തതാണ്. എന്നാ പിന്നെ ശരിയായതും പഠിച്ചിട്ടുണ്ടോ? അതും പഠിച്ചിട്ടില്ല. ഇതിനാണ് ജഹൽ മുറക്കബ് എന്ന് പറയാം. എന്ന ഒരു വിഭാഗം പള്ളിദർസിലും പോയിട്ടില്ല, മദ്രസയിലും പോയിട്ടില്ല. നമുക്ക് അന്ന് കാലത്ത് ആരും ഉപദേശിക്കാൻ ആരും ഉണ്ടായില്ല ഉസ്താദെ. നമ്മളാരും മദ്രസ വിടാനും ദീൻ പഠിക്കാനും ഇതുപോലെ പള്ളിയിൽ ദർശനം പോകാനൊന്നും ആരും നമ്മളെ പ്രേരിപ്പിച്ചില്ല. എന്നിട്ട് എന്താ ചെയ്യണം? ഇന്ന് നമ്മളങ്ങനെ തന്നെ, അന്ന് അങ്ങനെ തന്നെ, ഇന്ന് അങ്ങനെ തന്നെ. പടു ജാഹിലായി അങ്ങനെ ജീവിതം തള്ളി തീർക്കുക. അതാണ് ജഹലു ബസീത്ത്. മറ്റവരെ കുറച്ചൊക്കെ അവിടെ നമ്മൾ വലിയ പ്രവർത്തകനായിരുന്നു. നമ്മളിന്ന് ഇവിടെ ദവാസ്കോടൊക്കെ ഈ കണ്ട ആളുകളൊക്കെ ഉണ്ടല്ലോ, ആ പോര ഈ പോര, അതൊക്കെ നമ്മൾ കാരണമായിട്ടാണ് തൗഹീദിലേക്ക് വന്ന്. നമ്മളാണ് ഇവിടുത്തെ ആദ്യത്തെ മുജാഹിദ്. വലിയ ഡയലോഗായിരിക്കും, വീരവാദവും കീർവാണൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നെ എന്താ ഉണ്ടായി? പിന്നെ നമ്മളതൊക്കെ ഒഴിവാക്കി, അതൊക്കെ പൊളിറ്റിക്സ് ആണെന്ന് മനസ്സിലാക്കി അങ്ങ് വിട്ട്, സംഘടനയൊക്കെ വിട്ട്. എന്തേ പഠിച്ച്? ഒന്നും പഠിച്ചിട്ടില്ല. ഇതാണ് വഹമും. ഇവിടെ വഹമും തന്നും ശക്കൊക്കെ വരും. പഠിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ ഇങ്ങനെ ചടഞ്ഞിരുന്ന അള്ളാന്റെ പള്ളിയിൽ തെളിവുകൾ സഹിതം കിതാബുകൾ അത് മുൻനിർത്തി പഠിക്കണം. ഇദ്റാഖു ശൈഇ അലാ മാ ഹുവ അലൈഹി ഇദ്റാഖൻ ജാസിമൻ. മൊത്തത്തിൽ എന്തൊക്കെ നമ്മൾ പഠിക്കണം എന്നുള്ളത് ഞാൻ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ വരെ സാമാന്യങ്ങൾക്ക് പറഞ്ഞു. ഇതെങ്ങനെ പഠിക്കണം, ഇങ്ങനെ പഠിക്കണം. ഇതാണ് അൽ ഇൽമു. ഒന്നാമത്തെ മസ്അല മനസ്സിലായോ? രണ്ടാമത്തെ മസ്അല അൽ അമലു ബിഹി. അതനുസരിച്ച് ഇതൊക്കെ പഠിച്ചത് എന്തിനാ? പരീക്ഷ എഴുതി പാസ്സാവാനോ? അല്ല, ഇന്ന് ഒരുപാട് ഓൺലൈൻ കോഴ്സുകളുണ്ട് ദീൻ പഠിക്കാൻ. അഖീദയും ഫിഖ്ഹും ചരിത്രവും ഖുർആനും ഹിഫ്ളും. സ്ത്രീകൾ ഒരുപാട് പേര് അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പുരുഷന്മാരുണ്ട്. പുരുഷന്മാരെക്കാൾ ആ രംഗത്ത് സ്ത്രീകളാണ് ഇങ്ങനത്തെ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്ഥാനം പിടിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? സർട്ടിഫിക്കറ്റിന് വേണ്ടി. അവിടെ അവർ അവസാനം ഒരു കോൺവക്കേഷൻ സംഘടിപ്പിക്കും. അവിടെ വലിയൊരു സമ്മാനദാന സെറിമണി ഉണ്ടാവും. അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും, അവിടുന്ന് ചിലപ്പോൾ മെഡൽ കിട്ടും. തങ്ങളുടെ പേരിൽ പ്രൈസ് കിട്ടിയത് അത് സോഷ്യൽ മീഡിയയിൽ അവർ വിളംബരം ചെയ്യും. ഇങ്ങനെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇന്ന് ദീൻ പഠിക്കാന്നുള്ള അങ്ങനെ ഒരു ട്രെൻഡായി കൊണ്ട് നടക്കുന്ന കാലഘട്ടം കൂടിയാണ്. ഇതിനാണോ ദീൻ പഠിക്കേണ്ടത്? ആണോ? ഞാൻ അത് പഠിച്ചിട്ടുണ്ട്, ഞാനിത് പഠിച്ചിട്ടുണ്ട്, ആ കിതാബ് ഓതി, ഈ കിതാബ് ഓതി ഇന്ന് ആളുകൾക്ക് മുമ്പിൽ, മാലോകർക്ക് മുമ്പിൽ സർട്ടിഫിക്കറ്റ് കാണി സാക്ഷ്യം വെക്കാനാണോ? അല്ല. അൽ അമലു ബി. ദീൻ പഠിക്കേണ്ടത്, ഇൽമാക്കേണ്ടത് കുട്ടികളും ശ്രദ്ധിക്കണം. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കണം. നമ്മൾ കിതാബ് പഠിച്ച് പരീക്ഷയ്ക്ക് പാസ്സായി സർട്ടിഫിക്കറ്റ് വാങ്ങി 100ക്ക് 100 മാർക്ക് കിട്ടാനല്ല ദീൻ പഠിക്കുക എന്നുള്ളത്. എന്തിനാണ് ദീൻ പഠിക്കുക എന്നുള്ളത്? ഇവിടെ ദുനിയാവിന്റെ പഠനം ചിലപ്പോൾ അതിനായിരിക്കും, ആ പേപ്പർ കഷ്ണത്തിന് വേണ്ടിയായിരിക്കും. അത് ദുനിയാവിൽ ജീവിക്കുന്നിടത്തോളം ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. പക്ഷെ ദീൻ പഠിക്കുന്നത് സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയല്ല, ബിരുദങ്ങൾക്ക് വേണ്ടിയല്ല, പേരിന്റെ വാലായി എന്തെങ്കിലും ഒരു ട്രേഡ് മാർക്ക് വാക്ക് ചേർക്കാനുള്ളതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അമൽ ചെയ്യാനുള്ളത്, പ്രവർത്തിക്കാനുള്ളതാണ്, പണിയെടുക്കാനുള്ളതാണ് ഈ ദീനിന്റെ വിജ്ഞാനങ്ങൾ. അതാണ് അൽ അമലു ബിഹി എന്ന് പറഞ്ഞ. മൂന്നാമത്തെ മസ്അല അസാലിസതു അദ്ദഅവതു ഇലൈഹി. ഇവിടെ അൽ അമലു ബിഹി എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഒരാൾക്ക് അറിവുണ്ട്, ആ അറിവനുസരിച്ചുള്ള പ്രവർത്തനമില്ല, അവൻ ആരെ പോലെയാണ്? അൽ ഇൽമു ബിദൂനിൽ അമലി കശജറത്തിൻ ലാ സമറത ലഹാ. അറിവനുസരിച്ച് പ്രവർത്തിക്കാത്തവൻ ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ പോലെയാണെന്നാണ്. ഒരു മരമുണ്ട്, ആ മരം കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, അതിനെന്തെങ്കിലും ഫലം കായ്ക്കുന്നില്ല. അതല്ലെങ്കിൽ ഒരു മരത്തിന്റെ ഉപകാരം ഒരു തണലോ അതല്ലെങ്കിൽ തടിക്കോ ഒന്നും പറ്റാത്ത ഒരുപാട് മരങ്ങളുണ്ട് ഇല്ലേ? ഒരു ഉപകാരം ചെയ്യാത്ത, നമുക്ക് ശല്യമായി മുറിച്ചു നീക്കേണ്ടി വരുന്ന മരം. അതുപോലെയാണെന്ത്? പ്രവർത്തിക്കാത്ത ഇൽമ്. അറിവുണ്ട്, പക്ഷെ അതനുസരിച്ച് പ്രവർത്തനമില്ല. എന്താ ഉപകാരമുള്ളത്? വലിയ കിതാബൊക്കെ ഓതിയ ആളാണ്, നല്ല ഭാഷാപടുവാണ്, ഭയങ്കര വിവരമാണ്, എന്നാ മൂപ്പര ജീവിതം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ പഠിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്? മാത്രമല്ല
ഇത്തരത്തിലുള്ള ആളുകൾ ഹദീസുകളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവര് ശിർക്ക് ചെയ്യുന്ന പച്ച മുശ്രിക്കുകളെക്കാൾ മുൻപ് ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടുന്നതാണ്. വആലിമുൻ ബിഇൽമിഹി ലം യഅമലൻ മുഅദ്ദബുൻ മിൻ ഖബ്ലി ഉബാദിൽ വസൻ. ഇൽമനുസരിച്ച് പ്രവർത്തിക്കാത്തവനാണ് ഒരു ആലിമെങ്കിൽ, പണ്ഡിതനെങ്കിൽ, അവൻ വിഗ്രഹാരാധകരെക്കാൾ, പച്ച ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളെക്കാൾ മുൻപ് ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടും. ചില ഹദീസുകളിൽ കാണാം, അവരുടെ വയറിനകത്തുള്ള ആമാശയവും കുടലുകളൊക്കെ ചുറ്റിപ്പണഞ്ഞ് അവരിങ്ങനെ നട്ടം തിരിയുന്നതായി അവർ ശിക്ഷിക്കപ്പെടും. അപ്പൊ അവരോട് ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഇൽമനുസരിച്ച് ഞങ്ങൾ അമലാക്കിയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ ആളുകൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ആ നന്മയിൽ നിന്ന് അകന്നു പോകുന്ന, നിങ്ങളാകുന്ന പാലത്തിൽ ചവിട്ടി സ്വർഗത്തിലെത്തുന്ന ആളുകളെ നിങ്ങൾ നാളെ ആഖിറത്തിൽ കാണുന്ന അവസ്ഥ വരരുത്. നമ്മൾ പറഞ്ഞു കൊടുത്ത ആളുകൾ നന്നായി, ആളുകൾ അതുകൊണ്ട് അമലാക്കി സ്വർഗത്തിലെത്തി. നമ്മളോ, നമ്മുടെ വാക്കൊന്നു വേറെ, പ്രവൃത്തിയൊന്നു വേറെ. നമ്മളത് പ്രവർത്തിക്കാതെ ഹറാമിലായി മരണപ്പെട്ടാൽ അതിനേക്കാൾ വലിയ ദുരന്തമില്ല. വിഗ്രഹാരാധകരെക്കാൾ മുമ്പ് അവർ ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടുമെന്നാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല, അറിവ് നേടി അതനുസരിച്ച് പ്രവർത്തിക്കാത്തവർ ആരെപ്പോലെയാണ്? ജൂതന്മാരെ പോലെയാണ്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാന ആയത്തുകൾ പലതവണ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്, ഇല്ലേ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ ദുആ ചെയ്തിട്ട്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ റബ്ബേ എന്ന് ദുആ ചെയ്തിട്ട് നമ്മൾ ശേഷം ഓതുന്നു സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ? അംബിയാക്കൾ, മുർസലീങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖുകൾ, സലഫു സാലിഹീങ്ങൾ. എന്താണ് അവരുടെ മാർഗത്തിന്റെ പ്രത്യേകത? പണ്ഡിതന്മാർ പറയുന്നു, അവർ അറിവ് നേടി അതനുസരിച്ച് അമലാക്കി, അള്ളാഹുവിന്റെ ദീൻ പഠിച്ചു, അതനുസരിച്ച് പ്രവർത്തിച്ചു. അതായിരുന്നു അവരുടെ മാർഗം. അതാണ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഒരേ ഒരു മാർഗം അള്ളാഹിന്റെ ദീൻ പഠിച്ച് അമലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, അല്ലാഹുവേ നീ കോപിച്ച ജൂതന്മാരുടെ മാർഗവുമല്ല, നീ വഴികേടിലാക്കിയ വലാലത്തിലായി മരിച്ചുപോയ നസാറാക്കളുടെ മാർഗത്തിലല്ല. അള്ളാഹു കോപിച്ച ജൂതന്മാരുടെ മാർഗത്തിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് അറിവുണ്ടായിരുന്നു, അവർ അറിവനുസരിച്ച് പ്രവർത്തിച്ചില്ല. നസാറാക്കളുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ വിവരമില്ലാതെ എന്തൊക്കെയോ പ്രവർത്തിച്ചു കൂട്ടി. അതുകൊണ്ടാണ് ഈസാ നബിയെ പിടിച്ചവർ ഇലാഹാക്കിയത്. ജൂതന്മാർ, അവർക്ക് അറിവുണ്ടായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു. എന്നിട്ടും നബി വന്നപ്പോൾ നേർക്കുനേരെ അവർ കളവാക്കി. നബിയെക്കുറിച്ച് കൃത്യമായി അറിയാഞ്ഞിട്ടും. അപ്പോൾ അറിവുണ്ടായിട്ടും പ്രവർത്തിക്കാതിരുന്നാൽ ആരെപ്പോലെയാണ്? ജൂതന്മാരെ പോലെയാണ്. അപ്പം അറിവുണ്ടായിട്ട് പ്രവർത്തിക്കാതിരുന്നാലല്ലേ പ്രശ്നം. അറിയാതെ അങ്ങ് ജീവിക്കുക, പഠിക്കണ്ടല്ലോ, കഴിച്ചിലായി, അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അറിവില്ലാതെ തോന്നിയതുപോലെ ദീനും കൊണ്ട് നടന്നാൽ നസാറാക്കളെ പോലെ. അപ്പൊ എന്താണ് സിറാത്തുൽ മുസ്തഖീം? അള്ളാഹിന്റെ ദീൻ പഠിക്കുക, അതനുസരിച്ച് അമലാക്കുക, പഠിക്കുക, പ്രവർത്തിക്കുക. ഇതാണ് ദീൻ, ഇതാണ് സിറാത്തുൽ മുസ്തഖീം. അപ്പോ ഇൽമ് നേടുക, അതനുസരിച്ച് അമലാക്കുക. അല്ലെങ്കിൽ ആരെ പോലെയാണ് നമ്മളെ സാദൃശ്യം? ജൂതന്മാരെ പോലും. ഫിലിസ്തീനെതിരെ ഉറഞ്ഞുതുള്ളുന്ന ഇസ്രായേലികൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടൊന്നായില്ല. നമ്മുടെ പണി എന്താ? പണി മുഴുവൻ ജൂതന്മാരുടെ പണി എന്താ? ദീൻ പഠിക്കൂല. ഇനി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ദീൻ പഠിക്കാതെ ജീവിക്കുന്നതിന് ആരെ പോലെ? ഡൊണാൾഡ് ട്രംപിന്റെ ആളുകളെ പോലെ. ദീൻ പഠിച്ചിട്ടോ എന്തെങ്കിലും അറിഞ്ഞിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നടന്നാലോ? നിസ്കാരം 5 നേരവും കൃത്യമായി ജമാഅത്തായി പള്ളിയിൽ വന്ന് നിസ്കരിക്കണം എന്നറിയാത്ത ഏത് മുസ്ലിമാണുള്ളത്? ഏതുള്ളത്? ഈ ഇൽമില്ലാത്ത ഏത് മുസ്ലിമാണെന്ന് നമ്മുടെ മണ്ണിലുള്ളത്? ആരൊക്കെ ഇതനുസരിച്ച് അമൽ ചെയ്യുന്നുണ്ട്? അരമണി ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഈ ഇൽമനുസരിച്ച് അമൽ ചെയ്യുക. എന്നിട്ടോ ജൂതനെതിരെ മുദ്രാവാക്യം, ഫലസ്തീൻ അനുകൂലമായ ഹാഷ്ടാഗും കൊണ്ട് നടക്കുന്നു. എന്തൊരു വൈരുദ്ധ്യമാണിത്! ജൂതന്റെ പണിയും കൊണ്ട് ജൂതന്റെ അക്രമത്തിനെതിരെ അവന്റെ പ്രൊഡക്ട്സ് കിട്ടിയണമെന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണിത്! ഇത് ന്യായമാണോ? അതുകൊണ്ട് ആദ്യം നമ്മൾ അള്ളാഹിന്റെ ദീൻ പഠിച്ച് അമലാക്കാൻ നോക്കുക. ഈ സിഗരറ്റ് വലിച്ച് പുകച്ചു തുപ്പുന്നത് അത് ഹറാമാണെന്ന് അറിയാത്ത ആരുള്ളത്? ആരാണ് കൂട്ടരെ ഇത് ലോക സമൂഹത്തിൽ ആദ്യമായി നടപ്പിലാക്കി? ഇതാരുടെ പാരമ്പര്യമാണ്? ജൂതന്റെയും നസറാണിയുടെയും പാരമ്പര്യമല്ലാതെ. പോട്ടെ, നമ്മുടെ ആധുനിക തലമുറ സ്വീകരിക്കുന്ന ഹെയർ സ്റ്റൈൽ, മുടിയുടെ പേക്കോലം, ഇതാരുടെ സംഭാവനയാണ്? ഇന്ന് മുസ്ലിം യുവാക്കൾ, ആധുനിക യുവസമൂഹം കൊണ്ട് നടക്കുന്ന ഫാഷൻ ഭ്രമം, വസ്ത്രധാരണ രീതി,
ഇതൊക്കെ ആര് സംഭാവന ചെയ്താണ് ലോകത്ത്? പറയും നിങ്ങൾ. ഇസ്ലാമിൻ്റെതാണോ? എല്ലാ രംഗത്തും പോട്ടെ. നമ്മുടെ ഫുഡ് കൾച്ചർ, നമ്മൾ പാലിച്ചിട്ടുള്ള നമ്മുടെ ഭക്ഷണ രീതികൾ വരെ, നമ്മുടെ ആളുകൾക്കിടയിൽ വളരെ അറിയപ്പെട്ട ടേബിൾ മാനേഴ്സായി അറിയപ്പെടുന്ന കാര്യങ്ങൾ വരെ ആളുകൾക്ക് വലത് കൈ കൊണ്ട് തിന്നുമ്പോൾ ഒരു ഭക്ഷണ സദസ്സിൽ പോയ, ഒരു കല്യാണപ്പുരയിൽ പോയി കഴിഞ്ഞാൽ തിന്നുന്നത് മുഴുവൻ വലത് കൈ കൊണ്ടാണ്, കുടിക്കുന്നതോ ഇടത്തെ കൈ കൊണ്ട്. ഇനി ഇടത്തെ കൈ കൊണ്ട് അങ്ങനെ കുടിച്ചിട്ടില്ലെങ്കിലും വലത്തെ കൈ കൊണ്ട് ഒരു താങ്ങ് കൊടുത്തിട്ട് കുടിക്കും ചില ആളുകൾ. ഇടത്തെ കൈ കൊണ്ട് കുടിക്കാൻ പാടില്ലെന്ന വലത്തെ കൈ കൊണ്ട് ഒരു താങ്ങ് കൊടുത്തിട്ട്, ഈ തിന്നുമ്പോൾ ഇടത്തെ കൈ കൊണ്ട് നമ്മൾ താങ്ങിയിട്ടാണോ തിന്നുക? അല്ലെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് തിന്നിട്ട് വലത്തെ കൈ കൊണ്ട് താങ്ങിയിട്ടാണ് നമ്മൾ തിന്നുന്നത് വലത്തെ കൈ കൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കണം. ഈ താങ്ങാനും വാങ്ങാനും നിൽക്കുന്നത് എന്തിനാണ്? അവിടെ വരെ ഇടത്തെ കൈ കൊണ്ട് കുടിക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ ടേബിൾ മാനേഴ്സ് വരെ നടപ്പിലാക്കാൻ നമുക്ക് അവജ്ഞയാണ്. കാരണം എന്താ? ജൂതന്റെ ടേബിൾ മാനേഴ്സാണ്, നസറാണിയുടെ ടേബിൾ മാനേഴ്സാണ്, കാഫിറിന്റെ ഭക്ഷണ സംസ്കാരവും മര്യാദയാണ് നമ്മൾ പേറുന്നത്. ഒരു വറ്റ് ബാക്കിയില്ലാതെ നമ്മുടെ മക്കളെ കൊണ്ട് തീറ്റിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ദിവസവും 5, 4, 8 നേരം മിഷ്ടാന്ന ഭോജനം നടത്തുന്നവരാണ് നമ്മൾ. ഇന്നത്തെ കാലത്തെ മക്കളെ തീറ്റിച്ച് വഷളാക്കലാണ് മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട ഹോബി. മക്കളെ ചെറുപ്പത്തിൽ തന്നെ തടിയന്മാരും രോഗികളുമാക്കുന്ന, അതിനപ്പുറത്ത് ശഹവത്തിന്റെ അടിമകളാക്കി മാറ്റുന്ന, അവരുടെ സ്വഭാവം സംസ്കാരം നശിപ്പിക്കുന്ന സംസ്കാരമാണ് ഇന്ന് ഭക്ഷണ രംഗത്ത് വരെ മാതാപിതാക്കൾ തീറ്റിച്ച് മക്കളെ വഷളാക്കുന്ന രീതി. അവിടെ വരെ ഓരോ നേരവും ഭക്ഷിക്കുമ്പോൾ എത്ര ഭക്ഷണമാണ് നമ്മൾ വേസ്റ്റാക്കുന്നത്? ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കുന്ന ഭക്ഷണത്തിന്റെ കണക്കെടുത്താൽ, ഒരു മാസം നമ്മൾ വേസ്റ്റാക്കുന്ന ഭക്ഷണത്തിന്റെ കണക്കെടുത്താൽ എത്ര കുടുംബത്തെ തീറ്റാൻ പറ്റും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പോട്ടെ, ഇനി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വേസ്റ്റാക്കുന്ന വെള്ളത്തിന്റെ കണക്കെത്ര? പുരയിൽ പോട്ടെ, മസ്ജിദിൽ വന്ന് വുളു എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ചില ആളുകളുടെ വുളു കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ തോന്നും, നമുക്കുള്ള വുളു ഇവിടെ എടുക്കുന്നുണ്ട്, നിങ്ങൾ നമുക്കുള്ള കൂടി എടുക്കണ്ടെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ തോന്നും. അങ്ങനെ ഫുൾ ഫോഴ്സിൽ ടാപ്പ് തുറന്നിട്ടിട്ട് എത്ര വെള്ളം ഒരാൾക്ക് വുളു എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ പൈപ്പിൽ നിന്ന് വേസ്റ്റ് ആക്കി ഒഴുക്കുന്നത് 10 ആൾക്ക് കുളിക്കാനുള്ള വെള്ളമാണ്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ തുറന്ന് അടക്കുന്ന പൈപ്പുകളുണ്ടല്ലോ, ഈ പൈപ്പ് ഫുൾ ഫോഴ്സിലേക്ക് തുറന്നിടുക അല്ലേ, എന്നിട്ട് കൈ കഴുകുന്നു, കൊപ്പിളിക്കുന്നു. ഈ ഓരോ പ്രാവശ്യം കൊപ്പിളിക്കുമ്പോഴും, ഒരു പ്രാവശ്യം വെള്ളം എടുത്ത് കൊപ്പിളിക്കുന്നു, അപ്പോഴൊക്കെ ആ ഫുൾ ഫോഴ്സിൽ വെള്ളം അവിടെ പോകുന്നുണ്ട്. രണ്ടാമതും കൊപ്പിളിക്കുന്നു, അപ്പോഴൊക്കെ ഈ വെള്ളം ഫുൾ ഫോഴ്സിലാണ്. കൈ കഴുകുന്നു, മുഖം കഴുകുന്നു. ഈ ഓരോ ഇടവേളയിലും എത്ര വെള്ളമാണ് അവിടെ വേസ്റ്റായി പോകുന്നത്? അതൊന്ന് അടച്ചിട്ട്, ഈ അടയ്ക്കാനും തുറക്കാനുള്ള സിസ്റ്റം എന്തിനാണ്? ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനാണ്. ഒരു പ്രാവശ്യം വെള്ളം എടുത്ത് കഴുകി ആ വെള്ളം എടുക്കുമ്പോൾ അതൊന്ന് അടച്ചിട്ടൂടെ? അത്രയും പോകുന്ന വെള്ളം, വേസ്റ്റാക്കുന്ന വെള്ളം. നിങ്ങൾ അവിടെ ഒരു തൊട്ടിയോ ബക്കറ്റോ കൊടുന്ന് വെക്ക്, എത്ര വെള്ളം അവിടെ വേസ്റ്റ് ആയിട്ടുണ്ടാവും? നമുക്കൊരാൾക്ക് എടുക്കേണ്ടുന്ന വുളുവിന് പകരം 10 ആളുടെ വെള്ളം മിനിമം നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടുണ്ടാവും. ഇതാരുടെ സംസ്കാരമാണ്? ഒഴുകുന്ന പുഴയിലാണെങ്കിലും ഷാദേ, നീ വെള്ളം പാഴാക്കാതെ വുളു എടുക്കണമെന്ന് പഠിപ്പിച്ച റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ റോൾ മോഡൽ. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വുളു എടുക്കുമ്പോൾ വരെ നമ്മുടെ സംസ്കാരം എവിടെയാണ്? എവിടെ നമ്മൾ പഠിക്കുന്നത്? കുളിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൈക്കുമ്പിൾ അതുകൊണ്ട് കോരിയെടുത്താൽ ലഭിക്കുന്ന ഒരൊറ്റ മുദ്ദ്, ഒരു കൈക്കുമ്പിൾ വെള്ളം കൊണ്ട് അവിടുന്ന് വുളു എടുക്കായിരുന്നു. സാധിക്കും? നമുക്ക് സാധിക്കോ? പരമാവധി 5 കൈക്കുമ്പിൾ വെള്ളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുമായിരുന്നു. അവിടുന്നാണ് ഏറ്റവും ശുദ്ധിയും വൃത്തിയും ഇസ്ലാമിന്റെ സംസ്കാരമായി പഠിപ്പിച്ച് പ്രവർത്തിച്ച് കാണിച്ചു തന്നത്. സാധിക്കുമോ നമുക്ക്? ഭക്ഷണ സംസ്കാരത്തിലേക്ക് ഞാൻ വരുന്നില്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ പേറുന്നത് മുഴുവൻ ജൂതന്റെയും ക്രൈസ്തവന്റെയും സംസ്കാരം. പേര് നമ്മൾ ഇസ്ലാമും മുസ്ലിമും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതുകൊണ്ട് നമ്മുടെ വാക്കും പ്രവൃത്തിയും രണ്ടായി മാറരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ ശരിയാവ് നമ്മൾ പഠിക്കണം, പഠിച്ചു പ്രവർത്തിക്കണം. ഇത് നമ്മുടെ ജീവനാണ്, ഇത് നമ്മുടെ ജീവനാണ്. അല്ല, നമ്മുടെ ജീവനേക്കാൾ നമുക്ക് വിലപിടിപ്പുള്ളതാണ്. ഇതിലായി മരിച്ചാലേ എത്ര നമ്മൾ ജീവിച്ചിട്ടും കാര്യമുള്ളൂ. ഈ ദീൻ കൈവിട്ട് നമ്മൾ 100-150 കൊല്ലം ഇവിടെ ജീവിച്ചു തീർത്തിട്ട് എന്താണ് സഹോദരങ്ങളെ കാര്യം? ഈ ശരിയായ ദീനിലല്ലാതെ നമ്മൾ മരിച്ചാൽ നമ്മുടെ പരലോകം എന്താണ് അവസ്ഥ? നമ്മൾ 6 അടി മണ്ണിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ആരാണ് നമുക്ക് കൂട്ട്? നമ്മൾ അള്ളാന്റെ ദീൻ പഠിച്ച് അമലാക്കിയതല്ലാതെ മറ്റാരാണ് ഖബറിൽ നമുക്ക് കൂട്ട്? അതുകൊണ്ട് ശരിയായ ദീൻ അത് പഠിച്ച് അമലാക്കി അതിലായി ജീവിക്കലാണ് നമ്മുടെ ജീവിത ലക്ഷ്യം.
തിന്നും കുടിച്ചും മതിച്ചും അധ്വാനിച്ചും സമ്പാദിച്ചും ദുനിയാവിൽ തള്ളിത്തീർക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്ന് ജീവിക്കാൻ കാഫിറുകളായി പടക്കപ്പെട്ടവരല്ല നമ്മൾ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ ദീൻ ശരിയായി പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്യുക. ഇതാണ് രണ്ടു മസലകൾ, അൽ ഊല വസാനിയ. ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ നമുക്ക് ബാക്കിയുള്ള മസലകൾ ചർച്ച ചെയ്യാം. ഈ കിതാബിലേക്ക് കൂടുതൽ ആഴത്തിൽ നമുക്ക് ഇറങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് തൗഫീഖ് നൽകുന്നവൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.